Big up. Big up. ഹായ് ഹലോ നമസ്കാരം. ലോകത്തിലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പിന്നെയും നമസ്കാരം. എന്റെ സൗണ്ട് നിങ്ങളുടെ ഒരു തടസ്സമില്ലാതെ എത്തുന്നതിലെ വിശ്വാസത്തിൽ ഇന്നത്തെ മീറ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. So welcome to this great world of forever living products. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്, കുഴപ്പമില്ല. എല്ലാവർക്കും പിന്നെയും സ്വാഗതം. ഇന്ത്യ രാജ്യത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒഫീഷ്യൽ മലയാളം പ്രസന്റേഷൻ, വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്. കേരളക്കാർക്കും പ്രത്യേകിച്ച് ഇന്ത്യയിലും മറ്റ് പല ഇതര സംസ്ഥാനത്തിലും ഉള്ള മലയാളീസിലൊക്കെ ഒരു മലയാളം മീറ്റിംഗ് കേൾക്കാൻ നിങ്ങൾ ഒരുപാട് കാലം ആഗ്രഹിച്ചു എന്നാണ്. ആ കമ്പനിയുടെ പ്രസന്റേഷൻ നിങ്ങളുടെ എത്തിക്കാൻ എനിക്കുണ്ടായ ഭാഗ്യം ഒക്കെ അത് തന്നെ വളരെ അഭിമാനപരമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും നിങ്ങൾക്കും ഇന്നെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഞാൻ പല മീറ്റിങ്ങിലും ഏറ്റവും കൂടുതലാണ് പല ഭാഷകളിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഹിന്ദിയും ഇംഗ്ലീഷും അറിയാത്ത പല ഭാഷകളിലും ഞാൻ മീറ്റിംഗ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മാതൃഭാഷയിൽ ഒഫീഷ്യലായിട്ട് ആദ്യമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഇന്നത്തെ പ്രഭാതം എന്റെ ജീവിതത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ശരിക്കും സ്വർണ്ണ ലിപികളിൽ ഇത് എന്റെ ഡയറിയിൽ എഴുതാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ. ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം പറയുമ്പോൾ പല മേഖലകളിലും നിങ്ങൾ ഈ ലോകത്തിൽ ഒരുപാട് ആൾക്കാരെ കണ്ടു കാണും. പല മേഖലകളിലും പല സ്ഥലത്തും ഉന്നതിയിൽ എത്തിയവരും എത്താൻ ശ്രമിച്ചവരും പരാജയപ്പെട്ടവരും അങ്ങനെ പലരും നിങ്ങൾ അയലത്ത് തന്നെ കണ്ടു കാണുമായിരിക്കും. പലപ്പോഴും പലർക്കും ഇല്ല വിചാരം ഇത് തന്നെയാണ്. ഒരു സമ്പന്നനാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മില്യണർ മൾട്ടി മില്യണർ ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചു അതൊക്കെ സാധിക്കണമെങ്കിൽ അവർക്കൊക്കെ എന്തോ ഒരു പ്രത്യേകത യോഗ്യതയോ അല്ല ഒരു പ്രത്യേക കാരണമോ അല്ലെങ്കിൽ ഒരു ഫാമിലി ബാക്കിങ്ങോ അല്ല നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു റോയൽ ഫാമിലി ജീവിക്കുന്നവരോ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും നമ്മൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അത് കാരണം പല മേഖലയിൽ പലരും ഉയർന്നത് അവർ സാധാരണഗതിയിൽ നമ്മളവരെ പരിസ്ഥിതിയൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ എങ്ങനെയെങ്കിലും അത് നമ്മൾക്ക് എന്തുകൊണ്ടാവൂല അവർക്ക് എന്തുകൊണ്ട് ആവും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരൻ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് തെളിയിക്കാൻ ഫോറെവർ ഒഫീഷ്യലി കേരളത്തിൽ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സോ വെൽക്കം ടു ദ മെസ്മറൈസിംഗ് വേൾഡ് ഓഫ് ഫോറെവർ ലിവിംഗ് പ്രൊഡക്ട്സ്. ഇതിൽ അപ്പുറം എല്ലാം ഒരു സാധാരണക്കാരന് സാധിക്കുന്നു തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഒഫീഷ്യലി ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. നാളെ ഇതിപ്പോ ഈ മീറ്റിംഗ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സഹകരണം വളരെ ആവശ്യമാണ്. മീറ്റിംഗ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം വരും കാലങ്ങളിൽ ആഴ്ചകൾ ഒരിക്കലോ രണ്ടോട്ടോ മാത്രമല്ല, ഡെയിലി ഇങ്ങനെയുള്ള മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. എന്റെ പേര് പ്രേംരാജൻ. ഇയർ 2000 20 വർഷം മുമ്പേ ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഫോറെവർ എന്റെ ലൈഫിലേക്ക് വന്നു. ഞാൻ ഫോറെവർ അന്വേഷിച്ചു പോയില്ല. പക്ഷെ ഞാനൊരു അവസരം കാത്തു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോറെവർ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്റെ മുന്നിൽ. ഐ വാസ് വെരി ക്രിട്ടിക്കൽ, വെരി സ്കെപ്റ്റിക്കൽ, വെരി അനാലിറ്റിക്കൽ. ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒന്നും ചെയ്തില്ലായിരുന്നു. ഞാൻ ജീവിതത്തിൽ ചെയ്തത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഓഫീസ് ഓട്ടോമേഷൻ ജോലി ആയാലും ബിസിനസ് ആയാലും എല്ലാം IT ഓഫീസ് ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിരുന്നു. അവിടുന്ന് ഒരു ക്വാണ്ടം ജംപ് ഒരു ഹെൽത്ത് കെയറിലേക്കോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്കോ. അപ്പൊ ഫോറെവറിന്റെ ചില മാർക്കറ്റിംഗ് പ്ലാനിലെ ഓപ്പർച്യൂണിറ്റിയിലെ ചില ഹൈലൈറ്റ്സ്, ചില സാലിയൻ ഫീച്ചേഴ്സ് ചില യൂണിക് പോയിന്റ്സ് എന്നെ അട്രാക്ട് ചെയ്തു. ഫോറെവർ എന്റെ ലൈഫിൽ വന്ന സമയത്ത് ഐ കുഡ് നോട്ട് സീ എ ബിഗ് പിക്ചർ. But today you are lucky, you can see a big picture. ഇപ്പൊ ഞാൻ അന്ന് കണ്ട ഒരു സ്മോൾ പിക്ചറിന്റെ ഒരു ചെറിയ അംശം പോലും നിങ്ങൾ ഇന്ന് ഫോറെവറിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്താനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഉയരങ്ങളിലെത്താനും അധികം താമസിക്കാതെ തന്നെ സാധിക്കും. ഞാൻ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടെങ്കിൽ ചാറ്റിംഗ് റൂം ഈസ് ഓപ്പൺ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് എനിക്ക് കാണാൻ വേണ്ടി ഞാൻ വേറൊരു ലാപ്ടോപ്പ് കൂടി വേറൊരു മൊബൈൽ കൂടി എന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ പ്രസന്റേഷൻ ലാപ്ടോപ്പ് തിരിഞ്ഞിട്ട് ഇതൊരു സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. ഇന്നത്തെ ദിനം പ്രത്യേകമാണെന്ന് ഒരു വ്യത്യസ്തമാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാര്യത്തെ ആലോചിക്കുമ്പോൾ എനിക്ക് പല മഹാന്മാരുടെ കവിതകളും വള്ളത്തോളിന്റെ ഒരു കവിത എല്ലാവർക്കും അറിയുന്നതാണ്. ഭാരതമേര എന്ന പേര് കേട്ടാൽ ഒരു ഇതാണ് പുളകിതനമാണ്. കേരളം എന്ന പേര് കേട്ടാല് അതും നമുക്കിന്ന് അഭിമാനിക്കാം. എന്ന് വെച്ചാൽ ചോര തിളക്കുന്നുണ്ടോ കേരളം എന്ന പേര് കേൾക്കുമ്പം ഞരമ്പുകളിൽ ചോര തിളക്കുന്നുണ്ടോ അത് നമുക്ക് ഈ നെക്സ്റ്റ് 1 അവർ അടുത്തൊരു മണിക്കൂറിൽ നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ എക്സൈറ്റ്മെന്റിന് ഉദ്ദേശിച്ചിരിക്കും. നിങ്ങൾ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാർക്കറ്റിംഗ് പ്ലാൻ ഈ ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ എത്തുന്നു നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. Okay, greetings. So we will be together for the next 45 minutes to 1 hour. അടുത്ത ഒരു മണിക്കൂർ ഞാനൊരു I'm not here to convince you or brainwash you. I'll be throwing some facts and figures. Based on that, you can decide which direction you are going to take. Similar meetings have changed many people's life and lifestyle. Today it is your turn. But mobile phone, പലരും മൊബൈൽ ഫോണിലായിരിക്കും ഈ മീറ്റിംഗ് കേൾക്കുക. അതുകൊണ്ട് മൊബൈൽ ഫോൺ ഓഫ് ആക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ മൊബൈൽ ഫോൺ നിങ്ങൾ സൈലന്റിലോ അല്ല DND പ്രസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. DND പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് മീറ്റിംഗ് കാണാനും പറ്റും. മീറ്റിംഗ് കേൾക്കാനും പറ്റും. മറ്റു കോളുകൾ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യൂല. ഷോർട്ട് പെൻസിൽ ഇസ് ബെറ്റർ ദാൻ എ ലോങ് മെമ്മറി. പല പ്രാവശ്യവും നിങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചാൾ പിൽക്കാലത്ത് നോക്കുമ്പോൾ അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങളൊരു പുസ്തകം കംപ്ലീറ്റ് എഴുതുന്ന പറഞ്ഞില്ല, ഈ വരുന്ന സ്ലൈഡ്സിലെ ഇൻഫർമേഷൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല.
പക്ഷെ നിങ്ങൾ 2 പോയിന്റ്സ്, ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്, ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. ഓക്കെ, ഈ 2 പോയിന്റും നിങ്ങൾ വേറെ വേറെ പേജിൽ എഴുതിയാൽ അത് തന്നെ ധാരാളമാണ്. So similar meetings have changed many people's life and lifestyle. So today it is your turn. നമ്മൾ ജീവിതത്തിലെല്ലാം അവസരം കിട്ടിയിട്ട് മുന്നോട്ട് പോകാനുള്ള പല മാർഗങ്ങളും തപ്പി നോക്കുന്നുണ്ട്. ജീവിതത്തിൽ ആരും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. Everybody wants to become successful. Everybody is looking for opportunity. പല പ്രാവശ്യവും അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് പല കൺഫ്യൂഷനാണ്. ഇതിൽ ലയബിലിറ്റി ഉണ്ടോ, ഇതിൽ മറ്റുള്ളവർ സക്സസ്ഫുൾ ആണോ അല്ലയോ. ഓക്കെ, പക്ഷെ അതിന്റെ എല്ലാ ഉത്തരവും കൊണ്ട് ഫോറെവർ ഈ മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ, ഈ പ്രസന്റേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. സോ an opportunity to manage a great lifestyle. ഇത് ശരിക്കും നിങ്ങൾ ഒരു ജീവിച്ചു പോകേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമായിട്ട് കാണാൻ പാടില്ല. ജീവിച്ചു പോകേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണെങ്കിൽ ഇതിൽ പൈസക്കാരും ഇപ്പൊ വരാൻ തുടങ്ങി. അപ്പൊ ഒരുപാട് ആൾക്കാർ ജീവിതത്തിലൊക്കെ നല്ല നല്ല ജീവിത ശൈലിയിലൊക്കെ നയിക്കുന്നവർ തന്നെ ഫോറെവറിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലാണ്, ഒരു ജീവിതത്തിന്റെ ശൈലി തന്നെ മാറ്റി മറിച്ചിട്ട് ഒരു പോസിറ്റീവ് രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഫോറെവറിലേക്ക് വരുന്ന പല ആൾക്കാരുടെയും പല കാഴ്ചപ്പാടുകളാണ്. പലതരത്തിലുള്ള ആൾക്കാരുകൾ വരുന്നുണ്ട്. ഒട്ടുമുക്കാൽ ആൾക്കാരും ഈ കാറ്റഗറിയിൽ ഏതിലെങ്കിലും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സ്ലൈഡ് ആദ്യ സമയത്ത് കണ്ട സമയത്ത് ഇതിൽ 3-4 കാറ്റഗറിയിൽ ഞാൻ വരുമായിരുന്നു. അൺസർട്ടനിറ്റി ഇപ്പം ഒരു വക എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ സമയത്ത് പൈസ ഉള്ളവരും ഒരു ജോലി സുരക്ഷിതമായ അല്ലെങ്കിൽ ബിസിനസ് സുരക്ഷിതമാണെന്ന് കരുതുന്നവർ വരെ അൺസർട്ടനിറ്റി ബിക്കോസ് ഓഫ് ദ പാൻഡമിക്. ഫ്യൂച്ചർ, ഹെൽത്ത്, മണി പ്രോബ്ലം, ബാങ്ക് ലോൺ, ജോബ് സെക്യൂരിറ്റി, വെറൈറ്റി, ഓൺ ബോസ്. ഓക്കെ, യു വാണ്ട് ടു ബിക്കം യുവർ ഓൺ ബോസ്, ഓർ യു വാണ്ട് ടു റൺ യുവർ ഓൺ ബിസിനസ്. അങ്ങനെ പല കാരണങ്ങളും ആയിരിക്കാം നിങ്ങൾ ഫോറെവർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് വരുന്നത്. All we can say that we have alternatives. Suppose നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിലും വരുന്നില്ല, എന്നാലും ഫോറെവറിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുവാണ്. എന്ത് കാരണം? സംടൈംസ് ഒരു ഗുഡ് ലൈഫ് ഉള്ളവരും ഫോറെവർ അന്വേഷിച്ച് വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഒരു സീമിംഗ്ലി ഗുഡ് ലൈഫ്, നന്നായിട്ട് ഒരു ഇൻകം സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് എന്ന് കരുതുന്ന, ഈവൻ ഒരു 6 ഫിഗർ മന്ത്ലി ഇൻകം കിട്ടുന്നവരൊക്കെ ഫോറെവറിന്റെ ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് വരാൻ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗുഡ് ലൈഫ് വളരെ നല്ലതാണെങ്കിലും ഗുഡ് ലൈഫ് ടു ഗ്രേറ്റ് ലൈഫ് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ഗ്രേറ്റ് ലൈഫിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ഗുഡ് ലൈഫാണ്. സാധാരണ ഒരു ഗുഡ് ലൈഫിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഒരു കംഫേർട്ട് സോണിൽ സ്വയം നിൽക്കുന്ന സമയത്ത് നമ്മൾ മിസ് ചെയ്യുന്നത് ഗ്രേറ്റ് ലൈഫാണ്. Even if you have a great life, still you are welcome to Forever Living products, because you can come for charity also. For charity purpose also many people join. Now it's all up to you. നിങ്ങൾ ഫോർവറിനെ പോലെയുള്ള ഓപ്പർച്യൂണിറ്റിയോ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഞാൻ നിങ്ങളെ ഒരു 10-20 വർഷം പുറകോട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ഒരു മേ ബി ഒക്കെ 1970s 80s ഒരു 100 രൂപയൊക്കെ ശമ്പളമായിരുന്നു. പിന്നെ 90s ഒരു 5000 ശമ്പളം കിട്ടിയാൽ ഒരു ഫാമിലി കഴിഞ്ഞു പോകാനുള്ള സംവിധാനം ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്നത്തെ സമയത്ത് ഒരു 30-40,000, ഇതൊന്നും ശരിക്കും ഒരു സിറ്റിന്റെ കാര്യമല്ല പറയുന്നത്, ഒരു ആവറേജ് ഒരു വില്ലേജിൽ തന്നെ, ഒരു ചെറിയൊരു സിറ്റി തന്നെ, ഞാൻ ഡൽഹിയിലെ കാര്യമോ അല്ല നിങ്ങൾ എറണാകുളത്തെ കാര്യമോ അല്ല പറയുന്നത്, ഒരു 10-40,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ ഒരു സ്ട്രഗിൾ മാത്രമാണ്. ശരിക്കും ഒരു സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും ഈ ഒരു ശമ്പളത്തിൽ അല്ല ഈ ഒരു വരുമാനത്തിൽ നിങ്ങൾക്ക് ഇന്നൊരു ഫാമിലിനെ മുന്നോട്ട് നയിക്കാം. വിച്ച് ആക്ച്വലി മീൻസ് നിങ്ങൾ 20 കൊല്ലം പുറകുള്ളതും ഇന്നത്തെ സമയത്തും നോക്കിയാൽ നിങ്ങളെ എക്സ്പെൻസസ് ഒക്കെ ഒരു 6 മടങ്ങോ അല്ലെങ്കിൽ 8 മടങ്ങോ കൂടിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നോക്കിയാൽ എക്കണോമിന്റെയും മറ്റുള്ള സിസ്റ്റവും ഒക്കെ നോക്കിയാൽ വളർച്ച പണ്ടത്തിനെക്കാട്ടും കൂടുതലാണ്. അപ്പൊ ഈ റേഷ്യോ ഇതിലും കൂടുതൽ ഉയരാനാണ് ചാൻസ്. പക്ഷെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ 20 കൊല്ലം കഴിയുന്ന സമയത്ത് 20 കൊല്ലം കഴിയണ്ട, നിങ്ങൾ ഇപ്പോഴും തന്നെ ശരിക്കും ഒരു 6 ഫിഗർ മന്ത്ലി ഇൻകം ഇല്ലാതെ 2020 നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു 6 ഫിഗറിന്റെ മാറുവാണ്. ഇപ്പോൾ മിഡിൽ ക്ലാസ്, ഒരു ആവറേജ് മിഡിൽ ക്ലാസ് തന്നെ പറയുന്നത് 1 ലക്ഷം വരുമാനം ഉണ്ടായിട്ട് കാര്യമില്ല. 1 ലക്ഷം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്നുവെച്ചാൽ നിങ്ങൾ ചെലവൊക്കെ കഴിഞ്ഞ് 1 lakh rupees സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഘട്ടം വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ
ഫോറവേഡിലൊക്കെ ഇതില് 10 മടങ്ങും മന്ത്ലി വരുമാനം വാങ്ങിക്കുന്നവര് ഇഷ്ടംമാതിരിയുണ്ട്. There are some Indian FBOs which are millionaires, just 6 figure, 7 figure, even 8 figure monthly income വാങ്ങിക്കുന്നവര്, കോടികൾ മാസം വാങ്ങിക്കുന്നവരെ നമ്മളെ വളരെ നിയറസ്റ്റ് കൺട്രി മലേഷ്യയിലും ഒക്കെ ജപ്പാനിലും അങ്ങനെ ജർമ്മനിയിലും യൂറോപ്പിലും ഒക്കെ ഒരുപാട് ആൾക്കാരുടെ മന്ത്ലി ഇൻകം 8 ഫിഗർ കോടികൾ. നിങ്ങളിപ്പം വേൾഡിലെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്, ഇൻഡസ്ട്രീന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രിയിൽ ദ റിച്ചസ്റ്റ് പീപ്പിൾ നിങ്ങൾ തപ്പി നോക്കിയാൽ മൂന്നാമത്തെ ടോപ്പ് 100ൽ മൂന്നാമത്തേത് ഫോറവേഡിന്റെ റോൾഫ് കിപ്പാണ്. റോൾഫ് കിപ്പിന്റെ മന്ത്ലി ഇൻകം, ഒരു മാസത്തെ ഇൻകം മോർ ദാൻ 5, 6, 7 കോടിയൊക്കെയാണ്. എന്ന് വെച്ചാൽ അയാളുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഈ വർഷം 100 കോടി ആനുവൽ ഇൻകം, 100 crore ആനുവൽ ഇൻകം ആണ് അയാളുടെ ടാർഗറ്റ്. ഐ എം ഷുവർ അയാൾ എത്തിക്കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ എത്താൻ പോവുകയാണ്. എന്ന് വെച്ചാൽ 60-70 കോടി ഓൾറെഡി പുള്ളി ഒരു കൊല്ലം വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൽ സാധിക്കും. ഒരുപാട് ആൾക്കാർക്ക് സ്വന്തം എയർപോർട്ട് ഉണ്ട്, ഒക്കെ സ്വന്തം ബോട്ട്, യാച്ച്, ഒക്കെ ഫാം ഹൗസ് എല്ലാം. ഈ ഓപ്പർച്യൂണിറ്റിന്റെ ചില പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഇതിൽ പീസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാളെ നില്ല ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിൽ എവിടെയും വരുന്നില്ല. നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കുന്നില്ല ഒരു ചിന്ത, ആ ഒരു പേടി നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. ഫോർവേഡിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ചില ആൾക്കാരൊക്കെ ആദ്യത്തെ ഒരു ഇൻകം വരുന്നത് 2-3 മാസം കഴിഞ്ഞാണ്. പക്ഷെ ആ 2-3 മാസം തന്നെ അവർക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. എന്താ കാരണം? അവർക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരു അൺസർട്ടനിറ്റി ഇല്ല. അവർക്കറിയാം ഒക്കെ ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ അവർക്ക് എത്ര ഇൻകം കിട്ടും, അല്ലെങ്കിൽ ഇതേ സമയത്ത് അടുത്ത വർഷം എനിക്ക് എത്ര ഇൻകം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. എന്തുകൊണ്ട്? ഇതിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പീസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ ഇതെല്ലാം എന്താ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ബിസിനസ് വെച്ച് നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു അട്രാക്ഷൻ ഞാൻ ഫോർവേഡിൽ വരുന്ന സമയത്ത് എനിക്ക് കണ്ടത്, ഇതൊരു റിസഷൻ പ്രൂഫ് ബിസിനസ് ആണ്. അതെങ്ങനെ അട്രാക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ ബിസിനസ്, IT ബിസിനസ്സിൽ എവിടെയൊക്കെ വേൾഡ് റിസഷൻ വരുന്നു ആ സമയത്ത് ആദ്യം പൊട്ടി നമ്മുടെ തലയിലാണ് വരുന്നത്. വേൾഡിൽ എവിടെയൊക്കെ റിസഷൻ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബിസിനസ്സിലാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കി, കഴിഞ്ഞ 10-30 വർഷം എവിടെയൊക്കെ വേൾഡിൽ റിസഷൻ ഉണ്ടായോ അന്നേരമൊക്കെ ഫോർവേഡിന്റെ ബിസിനസ് മുന്നോട്ട് പോയതേ, പുറകോട്ട് പോയില്ല. സോ ഇത് റിസഷൻ പ്രൂഫാണ്, ഇത് ഫ്ലഡ് പ്രൂഫാണ്, ഇത് ഫയർ പ്രൂഫാണ്, ഇത് എർത്ത് ക്വേക്ക് പ്രൂഫാണ്, ഇത് പാൻഡമിക് പ്രൂഫാണ്. കേരളത്തില് 2018 വലിയൊരു ഫ്ലഡ് ഉണ്ടായിരുന്നില്ലേ? ആ സമയത്തൊക്കെ നമ്മളെ ബിസിനസ് ഒന്നും ഒരു എഫക്റ്റ് ആയില്ലല്ലോ. എന്ത് കാരണം? ഈ ബിസിനസ് കമ്പനി ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റം കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നിങ്ങൾ വിപരീത പരിസ്ഥിതിയിൽ എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ ഇൻകം സുരക്ഷിതമാണ്. അതുകൊണ്ട് പീസ് ഓഫ് മൈൻഡ് ഇതിലുണ്ട്. പിന്നെ എക്സൈറ്റ്മെന്റ്. ഈ ബിസിനസ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ എക്സൈറ്റ്മെന്റ് വരണമെന്ന് നിർബന്ധമില്ല. എക്സൈറ്റ്മെന്റ് എപ്പോഴാണ് വരുന്നത്? നമുക്കൊക്കെ നല്ലൊരു നെയിം ആൻഡ് ഫെയിം കിട്ടുന്നത്. നമുക്ക് നെയിം ആൻഡ് ഫെയിം എപ്പോഴാണ് കിട്ടുന്നത്? പൈസ ഉണ്ടായത് കൊണ്ട് മാത്രം കിട്ടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് നെയിം ആൻഡ് ഫെയിം കിട്ടണമെങ്കിൽ നമ്മൾ കാരണം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടും. ഇപ്പം ഡൽഹിയിലൊക്കെ ഇപ്പം ഒരു ഉത്സവ പ്രതീതിയാണ് ദിവാലി. ഈ പാൻഡമിക് ആണെങ്കിലും ഇപ്പം ഒരു ഉത്സവം നടക്കുന്ന മാതിരി മാർക്കറ്റൊക്കെ ഫുള്ളാണ്. ആൾക്കാരൊക്കെ കൂസലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്ത് കാരണം? ഇപ്പൊ ദിവാലി വരാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ദിവാലിന്റെ ആ സമയത്താണ്. ഈ ദീപാവലിന്റെ സമയത്ത്, നാട്ടിൽ ദീപാവലി എന്നാണ്, ദീപാവലിന്റെ സമയത്ത് നിങ്ങൾ സ്വയം വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലൊരു അവസരമല്ലേ? നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷെ നിങ്ങൾ കാരണം ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഹാപ്പിനെസ് മാത്രമല്ല, അതിലൊരു എക്സൈറ്റ്മെന്റ് തന്നെ കിട്ടും. അത് മാത്രമല്ല, ഈ ബിസിനസ്സിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ, ക്വാളിറ്റി ഓഫ് ലൈഫ് വെച്ചാൽ ബിൽറ്റ് ഇൻ ആണ്. നിങ്ങൾ ഫോർവേഡിൽ സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങൾക്ക് തനിയെ ഒരു കാറ് വരും. ഓക്കെ, നിങ്ങളിപ്പോ എത്ര വിശക്കുന്ന ആളാണെങ്കിലും ആ കാറ് വാങ്ങിച്ചേ മതിയാവുള്ളൂ. എന്തുകൊണ്ട്? കമ്പനി ആ ഒരു ഇൻസെന്റീവ് തന്നെ കാർ പ്ലാൻ എന്നാണ് പറയുന്നത്. കാർ പ്ലാൻ ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിൽ എത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രാവൽ, നിങ്ങൾ ഇതുവരെ ബസ്സിൽ ട്രാവൽ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനൊരു ചേഞ്ച് വരും. നിങ്ങൾ പുറത്ത് വിദേശത്ത് പോകാത്തവരാണെങ്കിൽ, ഞാനൊക്കെ 10-17 പ്രാവശ്യം അമേരിക്കയിൽ തന്നെ പോയി, 10-25 കൺട്രിയിൽ വിസിറ്റ് ചെയ്തു. പണ്ടൊക്കെ പൈസ ഉണ്ടെങ്കിലും ഓക്കെ, ഒരു കാലത്തൊക്കെ നമ്മൾക്ക് കമ്പ്യൂട്ടർ ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, പൈസ ഒക്കെ കണ്ടാണ്. പക്ഷെ ആ സമയത്തും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞില്ലായിരുന്നു. ഫോർവേഡിൽ വന്നതിന് ശേഷം പൈസന്റെ കൂടെ ആ ക്വാളിറ്റി ഓഫ് ലൈഫും വന്നു. പിന്നെ പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം.
ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു വീടുണ്ട്, അല്ല ഒരു കാറുണ്ട്, ഒക്കെ ഒരു ഫാമിലി നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് മാത്രമല്ല. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് വൈകിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ ചെറിയ കുട്ടി ഒക്കെ ഷാഠ്യം പിടിക്കുന്ന ഒക്കെ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് നേരെ എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ബർത്ത്ഡേ ചെയ്യാൻ നിങ്ങൾക്ക് ആരോടും ആലോചിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ആക്ച്വലി കംപ്ലീറ്റ്ലി ഫിനാൻഷ്യൽ ഫ്രീഡം. ഇപ്പോഴും പലരും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ചെറിയൊരു ഇൻകം വരുന്നുണ്ട് ഒക്കെ, പക്ഷെ അതൊന്നും ഒരു ശരിക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല. ഇന്നത്തെ സമയത്ത് ഇപ്പം 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം കിട്ടുന്നവനും ശരിക്കും ഫിനാൻഷ്യലി ഫ്രീ ആണെന്ന് ആധികാരികമായിട്ട് പറയാൻ പറ്റൂല. ഇപ്പൊ നിങ്ങളുടെ തന്നെ സിറ്റിയിൽ നല്ലൊരു ഡോക്ടർ ഒരു മാസം 5 ലക്ഷം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല ഇൻകം ആണ്. പക്ഷെ പുള്ളിയും ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. എന്ത് കാരണം? ഇപ്പൊ നല്ലൊരു സർജറി നടത്തുന്ന സക്സസ്ഫുൾ ആയ ഒരു സർജൻ ഇപ്പൊ നാളെ എന്തെങ്കിലും കാരണത്തില് അയാളെ കയ്യോ 1 or 2 വിരലോ ശരിക്കും ചലിക്കുന്നില്ല, എന്ത് കാരണമായാലും അയാൾ ഹി വിൽ നോട്ട് ബിക്കം എ സക്സസ്ഫുൾ സർജൻ എനിമോർ. ഓക്കെ, സോ ഫിനാൻഷ്യൽ ഫ്രീഡം ഇസ് എ ഡിഫറെന്റ് ഡയമെൻഷൻ. അത് മനസ്സിലാക്കുന്നവരാണ് ഫോർവേഡിൽ വന്നിട്ട് സക്സസ്ഫുൾ ആകുന്നത്. ഞാൻ ഫോർവേഡിൽ വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ബിസിനസിന്റെ കൂടെ പാർട്ട് ടൈം ആണ് ചെയ്തത്. പക്ഷെ ആ പാർട്ട് ടൈം ഒരു ഫുൾ ടൈം ആയിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡമിന്റെ ശരിക്കുള്ള മീനിങ് എനിക്ക് ഫോർവേഡിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത, ഞാൻ ചെയ്തത് മാതിരി നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാം, സ്പെയർ ടൈം ചെയ്യാം. ഞാൻ 2000 ഫോർവേഡ് എന്റെ ലൈഫിൽ വന്ന സമയത്ത് ഒരു തമാശക്കായിട്ടാണ് ചെയ്തത്. പിന്നെ സംടൈമായി, സംടൈം സ്പെയർ ടൈമായി, സ്പെയർ ടൈം പാർട്ട് ടൈമായി. പക്ഷെ ഈ സ്പെയർ ടൈം പാർട്ട് ടൈം നിന്ന് വരുന്ന വരുമാനം എന്റെ ഫുൾ ടൈം കമ്പ്യൂട്ടർ ബിസിനസിനെക്കാട്ടും കൂടിയ സമയത്ത് ഒരു 6 ഫിഗർ ആയ ശേഷം പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. അപ്പോഴും ഞാൻ എല്ലാം വിട്ടിട്ട് ഫോർവേഡ് ചെയ്യാൻ തുടങ്ങി. ഇതില് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ട്രെയിനിങ്ങും കിട്ടും, റെക്കഗ്നിഷൻ ഒക്കെ. The people around will recognize you. Company also will recognize you. സക്സസ്ഫുൾ ആൾക്കാർ റെക്കഗ്നേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം ലാസ്റ്റിൽ ഒരു വലിയൊരു സക്സസ് നടത്തിയായിരുന്നു. ഡൽഹിയിലെ ഏറ്റവും മൊത്തം ഇന്ത്യ രാജ്യത്തിലെ തന്നെ പറയാം ഏറ്റവും വലിയൊരു ഓഡിറ്റോറിയം ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20,000 പേര് ഒക്കെ സാക്ഷി നിർത്തി ഒരുപാട് ആൾക്കാരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, അവരെ അച്ചീവ്മെന്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ ഇന്നത്തെ പാൻഡമിക്കിൽ അത് സാധിക്കാത്തത് കൊണ്ട് നമ്മളെ അടുത്ത സക്സസ് ഡേ, recognition day is that tomorrow. Okay, so be there tomorrow. The whole day is very important for you because 11:30 we have another Malayalam from another very successful leader in Kerala, Saju Paul എറണാകുളത്താണ്. Okay, പുള്ളിയുടെ മീറ്റിംഗ് മിസ് ചെയ്യാൻ പാടില്ല. Equally important is tomorrow 5 o'clock. ഇപ്പൊ ഈ ബിസിനസ് നിങ്ങൾക്ക് മറ്റൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ പോയിന്റ് വളരെ ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ ഇതൊരു വില്ലബിൾ ബിസിനസ് ആണ്. സാധാരണക്കാരൻ ആലോചിക്കാൻ പറ്റാത്ത ഒരു അച്ചീവ്മെന്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു വില്ലബിൾ ഇൻകം എന്ന് വെച്ചാൽ ഒരു റോയൽറ്റി നമ്മൾ പറഞ്ഞ റോയൽറ്റി ആർക്കാ കിട്ടുക? സാധാരണ ഒരു ചിത്രകാരനോ ഒക്കെ, ഒരു പത്രക്കാരനോ ഒക്കെ, അല്ലെങ്കിൽ ഒരു ലേഖകനോ, അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫറോ, അല്ലെങ്കിൽ ഒരു പാറ്റന്റ് ഒരു സയന്റിസ്റ്റിനോ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് റോയൽറ്റി ഇൻകം. പക്ഷെ ഫോറെവർ പറഞ്ഞ് ആ റോയൽറ്റി ഇൻകം ഫോറെവർ നിങ്ങൾക്ക് എത്തിക്കുകയാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? പണ്ടൊക്കെ റോയൽറ്റി ഇൻകം എങ്ങനെ സാധിക്കും നമുക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ അത് പിന്നെ പിൽക്കാലത്ത് അങ്ങനെ പല കേസസും വന്നു. എന്റെ തന്നെ ഗ്രൂപ്പിലെ ഒരു വയോവൃദ്ധൻ ഒക്കെ ഒരു 80-84 വയസ്സിൽ ഒക്കെ മൃതിയടിഞ്ഞ സമയത്ത് നമ്മൾ തന്നെ ആലോചിച്ചായിരുന്നു. പുള്ളി ഒരു ടോപ്പ് അച്ചീവർ ആയിരുന്നു. ഒരു മോർ ദാൻ 3 lakhs മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു പുള്ളിയാണ്. വളരെ വയസ്സുള്ള ആളാണ്. പക്ഷെ അയാൾക്ക് ശേഷം ആ ബിസിനസ് ഓട്ടോമാറ്റിക്കലി ആളെ കുട്ടിക്ക് പോയി, ആള് ഒരു മകൾക്ക് പോയി. ആ മകൾ ഇതിനൊന്നും ചെയ്തില്ല. മകളായെന്നതിൽ ഒറ്റൊരു ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും ആ 6 ഫിഗർ മന്ത്ലി ഇൻകം ആ പെൺകുട്ടീനെ തേടി എത്തിയിരിക്കുകയാണ്. സോ ഈ ബിസിനസ്സിൽ ഞാൻ എന്തൊക്കെ കെട്ടിപ്പൊക്കുന്നതോ ആ ബിസിനസ്സിൽ എനിക്ക് കിട്ടുന്ന ഇൻകം മാത്രമല്ല ആ പദവി. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോഴ് ഡയമണ്ട് മാനേജർ ആണെന്ന് വിചാരിക്കാം. ഞാൻ ഒരു ഡയമണ്ട് മാനേജർ ആണെങ്കിൽ എനിക്ക് ശേഷം ഒക്കെ എന്റെ വൈഫിന് ശേഷം അടുത്ത ജനറേഷൻ ഡയമണ്ട് ആയിട്ട് കമ്പനി ഘോഷിക്കുന്നത് മാത്രമല്ല ആ ഇൻകം ഒക്കെ അവിടെ എത്താനുള്ള സാഹചര്യം ഒക്കെ ഇതിലുണ്ട്. പിന്നെ അതിലും ഉപരി ഇതിലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സൊക്കെ തപ്പിപ്പോകുന്നുണ്ട്.
പക്ഷെ ഫോറവർ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഇതിൽ തന്നെ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു പോർഷനെ കാട്ടി ഓക്കെ ഒരു പടി മുകളിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പൊ ഫോറവറിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ അവരവരുടേതായിട്ടുള്ള മേഖലകളുണ്ട് എന്നുവെച്ചാൽ ഒരു ഡയറ്റീഷ്യൻ ഇവിടെ വന്നിട്ട് ഒരു നല്ല ഡയറ്റീഷ്യൻ ആയി. ഓക്കെ, ഒരു മറ്റു കോഴ്സ് നടത്തുന്നവർ, ഒരു ട്യൂഷൻ നടത്തുന്ന ഒരു സ്കൂൾ ടീച്ചറായി, ഒരു കോളേജ് ലെക്ചർ ആയില്ലേ. ഓക്കെ, അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് ഒന്നുകൂടി മുന്നോട്ട് പോകാൻ ഉള്ള സാഹചര്യം നമ്മൾ ഈ ട്രെയിനിങ് ഒരുക്കിയിട്ടുണ്ട്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് നിങ്ങൾ ഒരുപാട് കേട്ട് കാണും, ഒരു വൺ ലൈൻ. ശരിക്കും ഈ ട്രഡീഷണൽ ബിസിനസ് നന്നായിട്ട് പോയിരുന്നെങ്കിൽ ഈ ഒരു പുതിയ സിസ്റ്റം ഡയറക്ട് മാർക്കറ്റിംഗോ അല്ല ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗോ ഒരു കാലത്തും പൊട്ടിമുളച്ച് വരില്ലായിരുന്നു. പക്ഷെ ട്രഡീഷണൽ ബിസിനസ്സിലുള്ള പല അപാകതകളും കാരണമാണ്. ഈ സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഒരു മാനുഫാക്ചറർ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് എത്തുന്ന സമയത്ത് ഇടത്തരക്കാരും മറ്റേ പത്രപരസ്യവും മറ്റേ ചാനൽ പരസ്യവും സെലിബ്രിറ്റീസും എല്ലാം ഉള്ളത് കൊണ്ട് ഒരു മാനുഫാക്ചർ വിചാരിച്ചാൽ പോലും, ഒരു നല്ല ഉദ്ദേശമുള്ള മാനുഫാക്ചർ വിചാരിച്ചാൽ പോലും ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ക്വാളിറ്റി ഉണ്ടാക്കിയാൽ ഈ ഇടത്തരക്കാർക്കൊന്നും പൈസ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് കാര്യം എടുത്താലും മതി, ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ കഴിക്കുന്ന ഒരു ധാന്യപ്പൊടി മുതൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടൂത്ത് പേസ്റ്റ്, ഷാമ്പു, ക്രീം, ലോഷൻ, ഈവൻ മറ്റൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ 20 രൂപ വാങ്ങി കൊടുക്കുന്ന ആ കുപ്പി, ഓക്കെ, നിങ്ങൾ മിനറൽ വാട്ടർ, ബിസ്ലേരിയ, പല പേരിലും പറയുന്ന, ഓമന പേരിലും പറയുന്ന മിനറൽ വാട്ടർ എന്നല്ല ഓമന പേരിൽ പറയുന്ന 20 രൂപയുടെ ബോട്ടിലും തന്നെ നിങ്ങൾ ശരിക്കും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ട്രഡീഷണൽ ബിസിനസിനോട് ഒരു അറപ്പ് തോന്നും. എന്ന് വെച്ചാൽ ആ മിനറൽ വാട്ടറിന്റെ ഒക്കെ ആ പേര് വന്നത് ആണെന്ന് വെച്ചാൽ അതിലുള്ള മിനറൽ ഒക്കെ മാറ്റി, അതിൽ മിനറൽ ഇല്ല. അതുകൊണ്ട് ഫോറവർ എന്ത് ചെയ്തു? ഇതിനെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു. എക്സെപ്റ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം, ഇത് രണ്ടും ഉണ്ട്, കസ്റ്റമറും ഉണ്ട്, മാനുഫാക്ചറും ഉണ്ട്. ഫോറവറിന്റെ വിപണന രീതി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് വ്യത്യാസം. ഇവിടെ ഇടത്തരക്കാർ ആരുമില്ല, പരസ്യമില്ല, മായമില്ല, മന്ത്രമില്ല. പ്രൊഡക്റ്റ് മാനുഫാക്ചറിന് ഡയറക്ട്ലി പോകും. ഫോറവറും കൺസ്യൂമറും അല്ലാതെ ഇടക്ക് ആരുമില്ല. നിങ്ങൾക്ക് ഇടക്ക് ഇവിടെ കാണുന്നുണ്ട് ഒരാള് ഫോറവർ ബിസിനസ് ഓണർ, പക്ഷെ അത് ശരിക്കും ഒരു ഇല്ലൂഷറിയാണ്. അത് അക്ഷരാർത്ഥത്തിൽ അവിടെ ഇല്ല. ഫോറവർ ബിസിനസ് ഓണർ പറഞ്ഞ ആരാണ്? ആരും, നിങ്ങളാകാം, ഞാനാകാം, ആരെങ്കിലും, എനിബഡി ഹു സൈൻസ് അപ്പ് എ ഫോം ഹി ക്യാൻ ബിക്കം എ ഫോറവർ ബിസിനസ് ഓണർ. പക്ഷെ അത് ഇല്ല എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഫോറവർ ബിസിനസ് ഓണർ എന്റെയോ നിങ്ങളെയോ തൊഴിൽ ഈ ഫോറവറിന് പ്രൊഡക്റ്റ് വാങ്ങി കൺസ്യൂമർ എടുക്കുക എത്തിക്കുകയല്ല. എന്താണ് ഫോറവർ ബിസിനസ് ഓണറിന്റെ പ്രവർത്തന ശൈലി ഉണ്ടാവേണ്ടത്? അല്ല, എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി? അവരുടെ റെസ്പോൺസിബിലിറ്റി ഫോറവറിനെയും കൺസ്യൂമറിനെയും ഒക്കെ ഒരു മീറ്റിംഗ് പോയിന്റ് ആയിട്ട്, ഓക്കെ, ടു ഇൻട്രൊഡ്യൂസ് ദ കസ്റ്റമർ ഡയറക്ട്ലി ടു ഫോറവർ. ഫോറവർ അവരുടെ എത്തിക്കുക എന്നുള്ളത് മാത്രം ചുമതലയാണ്, പ്രൊഡക്റ്റ് വിൽപ്പനയല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് സക്സസ്ഫുൾ ആയതുകൊണ്ട് ഈ ഇടത്ത് ഭാഗത്തിലെ ഒരു അപാകതയും ട്രഡീഷണൽ ബിസിനസ്സിലെ ഒരു ലക്വനിയും ഒരു പ്രോബ്ലവും ഈ റൈറ്റ് സൈഡിൽ ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ ക്വാളിറ്റി കസ്റ്റമർക്ക് എത്താൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഫോറവർ ഇന്ത്യയിൽ ഇപ്പം മിനറൽ വാട്ടർ, ഒരു മിനറൽ വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മിനറൽ ഉണ്ടാവും. ആ മിനറൽ എത്ര ഇടുന്നോ അതിന് കണക്കായിട്ട് പൈസ കൂടുമായിരിക്കും, പക്ഷെ ക്വാളിറ്റി. ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചീപ്പായിട്ട് കിട്ടുന്നുണ്ടാവും, പക്ഷെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് എന്തിനു ഉപകരിക്കുന്നത് നിങ്ങളൊന്ന് എപ്പോഴും അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ബിസിനസ് സിസ്റ്റത്തോട് അറപ്പ് തോന്നും. ആ സമയത്താണ് നിങ്ങൾക്ക് ഫോർവേഡിന്റെ സിസ്റ്റം മനസ്സിലാകുന്നത്. 1978 ഒരു ചെറിയ ഒരു സ്റ്റാർട്ടിങ് ചെയ്ത കമ്പനി ഇന്നത്തെ സമയത്ത് 160 കൺട്രിയിലധികം അതിലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുവാണ്. പ്രൊഡക്റ്റ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഈ ബോണസ് റിവാർഡ് ഇതിന്റെയൊക്കെ എന്ന് വെച്ചാൽ ഇത് അൺലിമിറ്റഡ് ആണ്. ഇതിലൊരു ക്യാപ്പിങ്ങോ ഒരു ഗ്യാപ്പിങ്ങോ ഒരു ബൈനറിയോ ട്രൈനറിയോ ഒന്നുമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരാളെ ജോയിൻ ചെയ്യിക്കാം. ഒന്നും ജോയിൻ ചെയ്യിക്കാത്തവരാണ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൽ പ്രൊഡക്റ്റ് മാത്രം റെക്കമെൻഡ് ചെയ്തിട്ട് ഒരാളെ പോലും ജോയിൻ ചെയ്യിക്കാത്തവർ തന്നെ ഇതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വരെ 10 പേരെ ജോയിൻ ചേർക്കാം, 100 പേര്, 1000 പേരാ. ഓക്കെ, ഇറ്റ്സ് എൻറ്റയർലി അപ് ടു യു. ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ തടസ്സമായിട്ട് വരുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. പല സമയത്തും അത് നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ കൺസൾട്ടൻസി ആയിക്കോട്ടെ, മറ്റേത് പ്രൊഫഷൻ ആയിക്കോട്ടെ, ആ പ്ലാറ്റ്ഫോം ശരിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല. വേൾഡിൽ ഇതുവരെ എവിടെയും ഫെയിൽ ചെയ്യാത്ത 2 പ്ലാറ്റ്ഫോമിന്റെ ഫോറവർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണ്ടേ, അല്ല നിങ്ങൾ മറ്റൊരാളെ പറഞ്ഞു ധരിപ്പിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ this is a perfect combination of 2 of the fastest growing international trends. എന്നുവെച്ചാൽ വേൾഡ് വൈഡ് ഇതുവരെ ഒരു കൺട്രിയിലും ഒരു സിറ്റിയിലും ഒരു
അയർലൻഡിലും ഒക്കെ ഇതുവരെ ഫെയിൽ ആകാത്ത രണ്ട് കൺസെപ്റ്റിന്റെ ഒരു നേച്ചുറൽ കോമ്പിനേഷൻ ആണ് ഫോർവർ നിങ്ങൾക്ക് ആയിട്ട് തരുന്നത്. എന്നുവെച്ചാൽ ഇത് ശരിക്കും വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു റെയിൽവേ പാളമായിട്ട്, ഇത് ഒരു റെയിൽവേ പാളമാണ്. ഈ റെയിൽവേ പാളം പണ്ട് 42 കൊല്ലമായിട്ട് ഇവിടെ ഒരു വണ്ടിയും പാളം തെറ്റിയില്ല, ഒരു ഗുഡ്സും ഇവിടെ മറിഞ്ഞില്ല, ഒരു ആക്സിഡന്റ് പോലും ഉണ്ടായില്ല, ഒരു ഇഞ്ചുറി പോലും ഉണ്ടായിട്ടില്ല. ആരൊക്കെ ഏതിലൊക്കെ ഈ നമ്മളെ വണ്ടി കയറി പ്ലാറ്റ്ഫോമിൽ പോയി അവരൊക്കെ സക്സസ്ഫുൾ ആയി. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു സാധാരണക്കാരൻ അസാധാരണക്കാരനാവാനില്ല, ഇതിൽ നല്ലൊരു അവസരങ്ങൾ കിട്ടില്ല. ഒരു കോമണർ ക്യാൻ ബിക്കം എ മില്യണർ, എൻ ഓർഡിനറി ക്യാൻ ബിക്കം എൻ എക്സ്ട്രാ ഓർഡിനറി. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതും വിതൗട്ട് എനി റിസ്ക്. ഇതിൽ 5 പൈസയുടെ റിസ്ക് നിങ്ങൾക്ക് എവിടെയില്ല. ആൻഡ് ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്നത്തെ ഇൻഫർമേഷൻ, നിങ്ങൾ സർവേ, വേരിയസ് നാഷണൽ ഇന്റർനാഷണൽ സർവേ എന്താ പറയുന്നത്? ഇപ്പം ഈ ഇൻഡസ്ട്രീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മില്യണേഴ്സ്, പണ്ടൊക്കെ ആരാണ് മില്യണേഴ്സ് എന്ന് പറഞ്ഞാൽ രാജകുടുംബങ്ങളിലെ റോയൽ ഫാമിലിയിലുള്ളവർ മില്യണേഴ്സ് ആയിട്ട് വരും. അതുപോലെ കാലാകാലമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവര് മില്യണേഴ്സ് ആയി വരും. പിന്നെ പല ഇൻഡസ്ട്രിയൽ ഗ്രോത്തും വന്നു. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മില്യണേഴ്സ് ആയി, പിന്നെ IT ഇൻഡസ്ട്രി, .com, ഓഫീസ് ഓട്ടോമേഷൻ മില്യണേഴ്സ് ആയി. പക്ഷെ ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഈ ഇൻഡസ്ട്രിയിലുള്ളവർ, എസ്പെഷ്യലി ഈ ഒരു കോമ്പിനേഷൻ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. ഈ കോമ്പിനേഷൻ ഉള്ളവരാണ് ഇന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ മില്യണേഴ്സ് ആവുന്നത്. ഞാനോ നമ്മുടെ കമ്പനിയോ പറയുന്നതല്ല, ഇന്റർനാഷണൽ സർവേ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഫോർവർ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഗ്രോത്തിന്റെ പാറ്റേൺ കണ്ടാൽ തന്നെ ശരിക്കും ഇത് ഒരു അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്നുവെച്ചാൽ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നത്? എപ്പോഴൊക്കെ സർവേ വന്നു, ഇത് സർവേനെ ഓവർഷൂട്ട് ചെയ്തിട്ടു. നിങ്ങൾ എപ്പോഴും കണ്ടു, ഏതെങ്കിലും പല ഇൻഡസ്ട്രീന്റെ സർവേ ഉണ്ടായിട്ടുണ്ട്. ഓയിൽ ഇൻഡസ്ട്രി, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, റബ്ബർ ഇൻഡസ്ട്രി. അത് തൊട്ട് വരുന്നല്ലാതെ, സപ്പോസ് ഒരു 1000 കോടി സർവേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 900 ആവും, 950 ആവും. വളരെ കുറച്ച് നിങ്ങൾക്ക് കേട്ട് കാണുമല്ലോ, ഓവർഷൂട്ട് ചെയ്യുക. ഫോറവറോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീൻ്റെ നിങ്ങൾ ഗ്രോത്ത് കണ്ടാൽ ശരിക്കും അസൂയാവഹമാണ്. എന്നുവെച്ചാൽ എപ്പോഴൊക്കെ പ്രൊഡിക്ഷൻ ഉണ്ടായോ ആ പ്രൊഡിക്ഷനെ കാട്ടി 100-200 കോടി കൂടുതൽ മാത്രമേ ഇത് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴത്തെ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 4 കൊല്ലം കഴിഞ്ഞാൽ 2025 ആകുമ്പോൾ ഈ ബിസിനസ്, ഈ ഇൻഡസ്ട്രി 64,500 കോടി. ഇത് ഫോർവറിന്റെ അല്ല കേട്ടോ, ഇതൊക്കെ ഇൻഡിപെൻഡന്റ് വെച്ചാൽ വളരെ എക്സ്പേർട്സ് എന്റെ പ്രൊഡിക്ഷൻ ആണ്. പക്ഷെ ഈ പ്രൊഡിക്ഷനും താറുമാറാകാൻ പോവാണ്. താറുമാറാന്ന് വെച്ചാൽ കുറയാനല്ല പോകുന്നു, കൂടാനാ പോകുന്നു. എന്താ കാരണം? ഇപ്പോഴും തന്നെ ഇതിപ്പം 20,000 ഒക്കെ ക്രോസ് ചെയ്തു എന്നാ പറഞ്ഞു കേട്ടത്. ഇപ്പൊ നമ്മളിപ്പോ 2021 ആയില്ല, 2020 നിൽക്കുന്നത്. 2020 തന്നെ ഇപ്പൊ 20 അധികം പോകുന്ന പറഞ്ഞത്. അപ്പൊ ഈ ഗ്രോത്ത് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ കൂടുതലാണ്. വിച്ച് ആക്ച്വലി മീൻസ് 2025 ആകുമ്പോൾ 1 lakh crore ആയിക്കോട്ടെ. അല്ലെങ്കിൽ 64,500 എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ആവാൻ ശരിക്കും അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെയാവും. പല വിപ്ലവങ്ങളും പല ഇൻഡസ്ട്രിയും നിങ്ങളെ കൺമുമ്പിൽ പോയി കാണും. പക്ഷെ നിങ്ങൾ അതൊക്കെ ഇഗ്നോർ ചെയ്ത് കാണും. ഡോണ്ട് മിസ് ദിസ് ഔട്ട്. ഒരുപാട് ഗ്രോത്ത് നിങ്ങളെ മുന്നേ നിങ്ങൾ കണ്ടു കാണും. പക്ഷെ നിങ്ങൾ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാണില്ല. പക്ഷെ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു സുവർണാവസരമാണ് നിങ്ങൾക്ക് കമ്പനി ഒരുക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരുപാട് ആൾക്കാർ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെയിനോ ജോയിനിങ്ങോ അതോ ഇതോ ഒന്നുമല്ല, ഒരു മെമ്പർഷിപ്പ് ഡ്രൈവോ ഒന്നുമല്ല. ഇത് എസെൻഷ്യലി വേർഡ് ഓഫ് മൗത്ത്. വേർഡ് ഓഫ് മൗത്ത് ഇതിൽ റെക്കമെൻഡേഷൻ ആണ്. നമ്മൾ ശരിക്കും ഒരു ഹ്യൂമൻ സ്പിരിറ്റ് ആണ്, ഒരു ഹ്യൂമൻ ടെൻഡൻസി ആണ്. എസ്പെഷ്യലി ഇന്ത്യൻസിന് അത് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. ഏതെങ്കിലും ഒരു സാധനം പ്രത്യേകിച്ച് നല്ലത് കണ്ടാൽ നമ്മൾ എന്തായാലും കുറച്ച് ആൾക്കാർ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കും. അതിൽ നമ്മൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കുന്നില്ല. നമ്മ ഔട്ട് ഓഫ് ദ വേ നമ്മൾ വേണമെന്ന് വെച്ച് അയൽക്കാരൻ്റെ ഒക്കെ പോയിട്ടോ അല്ലെങ്കിൽ ഈവൻ എവിടെയെങ്കിലും വഴിക്കാരെയും കണ്ടാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടോ നല്ലൊരു കാര്യം. അതിലിപ്പോ മൂവി ആവാം, ഒരു ഭക്ഷണമാകാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആകാം. അതിനെ പറ്റിയൊക്കെ നമ്മൾ പുകഴ്ത്തിപ്പെടുന്ന നമ്മുടെ നല്ലതാണെങ്കിൽ നമ്മൾ നല്ല സ്വഭാവമാണ്. ഇപ്പൊ നിങ്ങളുടെ തന്നെ കോളനിയിൽ ഒരു 20 കൊല്ലം മുമ്പ് വന്നൊരു ഡോക്ടർ 20 രൂപക്ക് നിങ്ങളെ BP ചെക്ക് ചെയ്യായിരുന്നു. 20 രൂപക്ക് പുള്ളി സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് നിങ്ങളെ എല്ലാം ഹൃദയസ്തംഭനം എല്ലാം സ്പന്ദനം എല്ലാം ചെക്ക് ചെയ്യുന്ന 20-30 രൂപക്കൊക്കെ പണ്ട് ഒരു 10-30 കൊല്ലം മുമ്പേ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അതേ ഡോക്ടർ ഇന്നത്തെ സമയത്ത് എന്തുകൊണ്ട് 300, 400, 500 രൂപ വാങ്ങിക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലേഷൻ. ഇറ്റ് ബിക്കോസ് യു ഹാവ് മേഡ് ഇറ്റ് സക്സസ്ഫുൾ. യു ഹാവ് മേഡ് ഹിം സക്സസ്ഫുൾ. നിങ്ങൾ പുള്ളിനെ പറഞ്ഞ് സക്സസ്ഫുൾ ആക്കി. അതിന് പകരം ഡോക്ടർ നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഡോക്ടർ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ 4 പേഷ്യൻസിനെ പൊക്കി കൊണ്ടുപോവാ,
നിങ്ങളുടെ ഇഞ്ചക്ഷൻ ഞാൻ ഫ്രീ ചെയ്യുന്നു പറഞ്ഞില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് ഓ ആ ഡോക്ടർ കരുണാകരൻ എത്ര നല്ല ഡോക്ടർ, ഡോക്ടർ ദാമോദരൻ, ഡോക്ടർ മോഹനൻ ഒക്കെ എത്ര നല്ല ഡോക്ടറാണ് നമ്മൾ എപ്പോഴും പറയുന്നില്ലേ. ഇപ്പൊ ഫോറവർ അത് തന്നെയാണ് പറയുന്നത്. സിംപിളി നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കുക, നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന വ്യത്യാസം നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അതിന് പകരം നിങ്ങൾക്ക് ഒരു നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാനിൽ ഒരു നല്ലൊരു വരുമാനം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിനെ പറ്റി വിദഗ്ധന്മാരൊക്കെ വേൾഡിന്റെ ചുക്കാൻ പിടിച്ച പല ആൾക്കാരും അവര് അധികാരത്തിൽ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇതിനെപ്പറ്റി പല ഇൻഫർമേഷനും പ്രസ് കോൺഫറൻസ് ഇതൊക്കെ പലതും പ്രസ് കോൺഫറൻസ് തന്നെ അവർ പറഞ്ഞാണ്. ടോണി ബ്ലെയർ എന്ന് വെച്ചാൽ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ്, പുള്ളിയോട് ഒരു പ്രസ് കോൺഫറൻസ് ചോദിച്ച സമയത്ത് പുള്ളി ഇതിനെപ്പറ്റി പറഞ്ഞു. ബിൽ ഗേറ്റ്സ്, ബിൽ ക്ലിന്റന്റെ ഒരു ഇന്റർവ്യൂ തന്നെ യൂട്യൂബിലുണ്ട്, ഇതിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം. ഈ വീഡിയോ ക്ലാരിറ്റി അധികം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ലെറ്റ് മീ സീ വെദർ ഐ ക്യാൻ USSR മിഖായിൽ ഗോർബച്ചേവ് ബിൽ ഗേറ്റ്സിനോട് one person asked, what will you do if microsense would not have been there? What will you do? He proudly said network marketing. ഇത് ബിൽ ഗേറ്റ്സിന്റെ സ്പീച്ച് ആണ്, പക്ഷെ നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുവാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വീഡിയോ ക്വാളിറ്റി ഇത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഈ മീറ്റിംഗിൽ ആരെ ഇൻവൈറ്റ് ചെയ്തു നിങ്ങളുടെ അപ്ലൈൻ ആ പുള്ളിയുടെ കയ്യിൽ ഇത് കാണുമായിരിക്കും. പല അങ്ങനെ ഇന്റർനാഷണൽ സെലിബ്രിറ്റീസിന്റെ വീഡിയോ ഉണ്ട്. അതിൽ ഒന്നാണ് ബിൽ ക്ലിന്റൺ. ഇത് പറഞ്ഞ സമയത്ത് ഈ വാസ് ദ പ്രസിഡന്റ്. പുള്ളി ഇപ്പോൾ പറഞ്ഞതല്ല, പ്രസിഡന്റിന്റെ ആ ചെയറിൽ ഇരുന്ന് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെയോ അല്ലെ ഹെൽത്ത് ഇൻഡസ്ട്രീന്റെയോ നിങ്ങൾ വേൾഡിലെ പല സർവേ കണ്ടാലും നിങ്ങൾ തന്നെ ഞെട്ടും. എന്ന് വെച്ചാൽ ഈ ഫിഗർ 630 മില്യൺ എന്ന് വെച്ചാൽ എത്രയോ ലക്ഷം കോടികളാണ്. 10-200 ലക്ഷം കോടി 50 ലക്ഷം കോടികളൊക്കെയാണ്. 50 ലക്ഷം കോടി ആ ഒരു ഫിഗറാണ് പറയുന്നത്. ഇത് ശരിക്കും ഫോറവറിൽ വളരെ റെലവെന്റ് ആണ്. എന്തുകൊണ്ട് റെലവെന്റ് ആണ്? നമ്മളെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയറും പേഴ്സണൽ കെയറും പ്രൊഡക്ട്സ് ആണ്, പിന്നെ ഡയറക്റ്റ് ആണ്. അപ്പൊ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനും നമ്മളുണ്ട്, പേഴ്സണൽ കെയറിലുണ്ട്. അപ്പൊ ഈ മൊത്തം ഇൻഡസ്ട്രീന്റെ നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കുവാണ്. ഇപ്പൊ ഈ ഫിഗർ നിങ്ങളിപ്പോ കാൽക്കുലേറ്റർ ഇട്ട് നോക്കിയാൽ നിങ്ങളെ കാൽക്കുലേറ്റർ തന്നെ ചെറുതായി നിങ്ങളെ കമ്പ്യൂട്ടർ മോണിറ്റർ തന്നെ നിശാമല്ലേ 10-20 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര വലിയൊരു ഫിഗർ ആണ്. ഇതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലോ ഒക്കെ തന്നെ പല ആയിരക്കണക്കിന് കോടിയാണ്. നിങ്ങൾ ഡെയിലി ബേസിസ് നോക്കിയാൽ തന്നെ ഇതൊരു 500 കോടിയാണ്. നിങ്ങൾ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഓരോ മിനിറ്റ് വെച്ച് നോക്കിയാൽ തന്നെ ഇത് ഒരുപാട് കോടികളാണ്. അപ്പൊ അത്രയും വലിയ ഒരു വാക്വം. സാധാരണഗതിയിൽ ഇപ്പൊ ഒരു ബിസിനസ് ഒന്ന് വിട്ട് മറ്റൊന്ന് പോകുന്ന എന്താണ്? പലരും ഒരു ബിസിനസ് വിട്ട് മറ്റൊന്ന് പോകുന്ന എന്താണ്? ഇപ്പൊ കൺസ്യൂമർ സെഗ്മെന്റ് ആണെങ്കിൽ ഫാസ്റ്റ് മൂവിങ് FMCG വന്നാൽ ആൾക്കാർ എന്താണ് ഒരു കമ്പനി വിട്ട് മറ്റൊരു കമ്പനി പോകാൻ കാരണം? അവരെന്താ അന്വേഷിക്കുന്നത്? വാക്വം. പലരും ഈ FMCG അല്ല ഈ ഹെൽത്ത് കെയർ പ്രൊഡക്ട്സിലും ഡയറക്ട് സെയിലും ഒരു കുറഞ്ഞ ശമ്പളത്തിൽ തന്നെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കാരണം? ഈ വാക്വം എന്ന് വെച്ചാൽ ഈ അൺടാപ്ഡ് മാർക്കറ്റ് എന്ന് വെച്ചാൽ നോൺ സാച്ചുറേഷൻ മാർക്കറ്റ്, അത് ലക്ഷ്യമാക്കിയിട്ടാണ് ഒരുപാട് ആൾക്കാർ പോകുന്നത്. വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? ഈ സെന്റൻസ് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും, റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈം. ഇത് ബിൽ ഗേറ്റ്സ് ആദ്യത്തെ സമയത്ത് 2003 തോന്നുന്നു പുള്ളി ഫസ്റ്റ് ടൈം ഫോർബ്സ് 400 വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആയ സമയത്ത് പുള്ളിയോട് ചോദിച്ചൊരു ഇന്റർവ്യൂല് പുള്ളി പറഞ്ഞു, എന്താ കാരണം നിങ്ങൾ ഇത്രയും ഒരു സൂപ്പർ റിച്ച് ഇത്രയും സക്സസ്ഫുൾ ആവുന്ന എന്താ കാരണം? പുള്ളി പറഞ്ഞത് 3 കാരണമാണ്. ആ 3-ൽ 2 ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് 3 പറഞ്ഞിരിക്കുന്നത്? ടു ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് ടു ബി അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് പുട്ട് മാസീവ് ആക്ഷൻ. അപ്പൊ വിച്ച് ആക്ച്വലി മീൻസ് right place is there, right time is there. And if you want to become successful, the only thing we expect out of you, നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? ആക്ഷൻ. ഗെറ്റ് ഇൻവോൾവ്. സ്റ്റാർട്ട് യുവർ ആക്ഷൻ. യു ക്യാൻ ബിക്കം എ മില്യണർ ഓർ മൾട്ടി മില്യണർ. എന്നുവെച്ചാൽ ഈ 3 ഒരു സക്സസിന്റെ ശരിക്കും ഒരു ഗുരുമന്ത്രം ആണെങ്കിൽ നിങ്ങളിപ്പം എത്രയാണ്? 66%.
66% നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ 33% മാത്രമേ ബാക്കിയുള്ളൂ. അതെന്താണ്? നിങ്ങളുടെ ആക്ഷൻ. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സരളമായ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു ഫ്രാഞ്ചൈസാണ്. ഫ്രാഞ്ചൈസ് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയണ്ട, എല്ലാവർക്കും അറിയാമായിരിക്കും. ശരിക്കും ഒരു നല്ലൊരു ഫ്രാഞ്ചൈസ് ആയിട്ട് നിങ്ങൾക്ക് ഫോറെവർ കമ്പയർ ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങളിപ്പോ ഒരു സ്കൂൾ ടീച്ചറാണ്, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം, നിങ്ങൾ പാർട്ട് ടൈം ചെയ്യാം, ഓവർ ടൈം ചെയ്യാം, നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം, വീട്ടിൽ പോയിട്ട് ട്യൂഷൻ എടുക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ കൊണ്ട് നിങ്ങൾ മില്യണർ ആവില്ല. നിങ്ങൾക്ക് പൈസ കിട്ടും, എക്സ്ട്രാ കിട്ടും, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ട്യൂഷൻ കൊടുത്തിട്ട് ഒരു മൾട്ടി മില്യണർ ആകാൻ സാധിക്കില്ല. ബട്ട് നിങ്ങൾ ആ സെയിം പ്രൊഫഷനിൽ തന്നെ, ടീച്ചിങ് പ്രൊഫഷനിൽ തന്നെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് മില്യണർ ആവാൻ പറ്റും. എങ്ങനെ? നിങ്ങൾ ശരിക്കും ഒരു ഫ്രാഞ്ചൈസി ആവും. ഒരു നോൺ ഫ്രാഞ്ചൈസ്, ഇപ്പൊ NIT, ഇപ്പൊ ഡൽഹിയിലുണ്ട് NIT, അവർ ഫ്രാഞ്ചൈസ് കൊടുക്കുന്നുണ്ട്. ആപ്ടെക്, ഇൻലിംഗ്വ, ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് ലാംഗ്വേജസ്, ഇതൊക്കെ വലിയ വലിയ പേരാണ്. അതിന്റെ ബോർഡ് നിങ്ങളെ വീട്ടിന് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ ഈ ഓഫീസിന് മുമ്പിൽ വെച്ചാൽ ആൾക്കാർ നിങ്ങളെ അന്വേഷിച്ച് വരും. അപ്പൊ അതാണ് ഫ്രാഞ്ചൈസ്. പക്ഷെ ഒരൊറ്റ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇന്നത്തെ സമയത്ത് ഒരു റെപ്യൂട്ടഡ് ഫ്രാഞ്ചൈസ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് കോടികളാണ്. ഇപ്പം മാക്ഡൊണാൾഡ്, ഒരിപ്പം ഫാസ്റ്റ് ഫുഡിൽ നിങ്ങൾക്ക് ഇപ്പം എടുക്കണമെങ്കിൽ ഏറ്റവും പേര് കേട്ടത് മാക്ഡൊണാൾഡ് ഇപ്പൊ നിങ്ങൾക്ക് എവിടെയാണ്? പാലക്കാട് തന്നെ ഒരു നല്ല ഒരു സിറ്റിയിൽ, അല്ലെങ്കിൽ തൃശ്ശൂരോ എറണാകുളമോ എവിടെയോ എടുക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് 1 കോടി മതിയാവില്ല. ചിലപ്പോൾ ഒരു കോടി തന്നെ കൂടുതൽ വേണ്ടി വരും. ഓക്കെ, മൊത്തം ഇൻവെസ്റ്റ്മെന്റ്. അവിടെ ഒരു പ്ലേസ് തന്നെ നിങ്ങൾക്ക് ശരിക്കും 10-40 ലക്ഷം കൊടുക്കേണ്ടി വരും. ഈവൻ അവിടെ പകുതിയോ വാടകയോ ടേണിംഗ് കോസ്റ്റ്, അങ്ങനെ പല നൂലാമാലകളുണ്ട്. ഓക്കെ, ഫോറവറും അത് സെയിം തന്നെയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഈ ലെഫ്റ്റിലുള്ള എല്ലാ നൂലാമാലകളും റൈറ്റിലുണ്ട്. പക്ഷെ അതിന് നൂലാമാലകൾ എന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ഇവിടെയുണ്ട്. പക്ഷെ നിങ്ങളുടെ 1000 രൂപ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, അതൊന്നും നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ ലിറ്ററേച്ചർ എല്ലാം ഓൺലൈൻ, എല്ലാം ഫ്രീ ആണ്. നിങ്ങൾക്ക് ഒന്നുമില്ല. ആക്ച്വലി ഒരു 5 പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഇതിലൊരു ഫ്രാഞ്ചൈസി ആകാൻ സാധിക്കും. ഈ ലെഫ്റ്റിലും റൈറ്റിലും ഓക്കെ കോമൺ ആയിട്ടുള്ള ഒന്നേ ഉള്ളൂ. മറ്റൊന്നും കോമൺ എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവിടെ കോടികളുണ്ട്, ഇവിടെ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ ഒന്ന് കോമൺ നിങ്ങൾക്ക് ബ്ലൂ എങ്കിൽ കാണാൻ പറ്റും. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലും മൾട്ടി മില്യണർ ആകാം, റൈറ്റ് സൈഡിലും മൾട്ടി മില്യണർ ആകാം. വിത്തൗട്ട് എനി റിസ്ക്, വിത്തൗട്ട് എനി ഹെഡേക്ക്, വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾ ഫോറവറിൽ മൾട്ടി മില്യണർ ആവാൻ പറ്റുമെങ്കിൽ 24 മണിക്കൂറിന്റെ ടെൻഷനും ഇൻവെസ്റ്റ്മെന്റും എല്ലാം ചെയ്തിട്ട് നിങ്ങൾ മറ്റൊരു ഫ്രാഞ്ചൈസി സക്സസ്ഫുൾ ആയിട്ട് എന്താണ് കാര്യം? ഇനി മറ്റുള്ള ഫ്രാഞ്ചൈസി സക്സസ്ഫുൾ ആയാലും അതിലും ഒരു ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ്? അത് നിങ്ങൾക്ക് സബ്ലെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നതിന് പ്രൊപ്പോർഷൻ ആയിട്ട് നിങ്ങൾക്ക് പൈസ അവർ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എല്ലാ കൊല്ലം പോകും, ഒരു റോയൽറ്റി അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ റോയൽറ്റി ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ഈ 2 വ്യത്യാസം അതുമുണ്ട്, കൂടുതലുണ്ട്. ഫോറവർ മാർക്കറ്റിംഗ് പ്ലാനിൽ ഇതിൽ ഒരു റിസ്ക് ഇല്ല. നിങ്ങൾ 24 ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒന്നും ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സോ ചെയ്യുന്ന ജോലിയോ അതിന്റെ കൂടിയും ചെയ്യാൻ പറ്റും. ബാക്കി ബിസിനസ്സിലൊക്കെ നിങ്ങൾ ഒരു ബിസിനസിന്റെ സ്ലേവ് ആയിട്ട് മാറും. ഇതില് അങ്ങനെയില്ല. പിന്നെ യു ഗെറ്റ് ഹെൽത്തിയർ ആൻഡ് വെൽത്തിയർ. എവറിബഡി വാണ്ട്സ് ബോത്ത്. Like if you ask somebody, like will somebody only settle for money? Obviously, okay, no one likes to remain unhealthy. So we have both, and a business where you get blessings. ഇതിൽ നിങ്ങൾക്ക് നന്മ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബിസിനസ്സിൽ നിങ്ങൾ വിചാരിച്ചാലും തിന്മ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നന്മ ചെയ്യുന്നവരോട് ഓക്കെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ് കിട്ടിക്കൊണ്ടേ ഇരിക്കും. ലേൺ വൈൽ യു വാണ്ട്. നിങ്ങൾക്ക് ശരിക്കും മറ്റൊന്നും ചെയ്യേണ്ട ഇതില്. ഓക്കെ, നമ്മളെ വീട്ടിലൊക്കെ അമ്മമാര് പറയുന്നല്ലേ, മോനെ കൈ കഴുകി ഭക്ഷണം കഴിക്കും. എക്സാക്ട്ലി അതാണ്. നിങ്ങൾക്ക് കൈ കഴുകുന്ന സമയത്ത് നിങ്ങൾ ലേൺ ചെയ്യുക, ബാക്കി ഭക്ഷണം കഴിക്കുക. ഇൻകം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ പൈസ നമ്മൾക്ക് ആവശ്യമില്ല. ഇറ്റ് ഈസ് മീനിങ്ലെസ്. All that we need is your time, your quality time, and able to help others achieve their success. അതാണ് ഇതിൽ നന്മ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു ഫിലോസഫർ പണ്ട് പറഞ്ഞൊരു വാക്യാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സിഗ് സിഗ്ലർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിങ്ങിനെ പറ്റി ഒരുപാട് ബുക്സും ഒക്കെ ചെയ്തൊരു പുള്ളിയാണ്. പുള്ളി പറഞ്ഞാണ്, ലൈഫിൽ യു ക്യാൻ അച്ചീവ് വാട്ട് എവർ യു വാണ്ട്, വാട്ട് എവർ ഇൻകം, വാട്ട് എവർ ലെവൽ യു വാണ്ട് അച്ചീവ്, എവറിഥിങ് ഈസ് പോസിബിൾ പ്രൊവൈഡഡ് ദാറ്റ് യു ആർ വില്ലിംഗ് ടു ഹെൽപ്പ് somebody else also do the same thing. നിങ്ങൾ എന്തോ ഇച്ഛിക്കുന്നതോ അത് നിങ്ങൾ താഴെ ഒക്കെ നിങ്ങൾ അറിയുന്നവർക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങളെ ബാങ്ക് ബാലൻസ് സ്വയം 10 മടങ്ങ് ആയിക്കൊണ്ടേയിരിക്കുന്നവരുന്നു. വി വിൽ ഹെൽപ്പ് യു ഡ്രീം ബിഗ്. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ്, പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ ഒരു വ്യർത്ഥ സ്വപ്നമായി ഇതുവരെ മാറിക്കഴിഞ്ഞു കാണും. 2020 നിങ്ങളൊക്കെ പല സ്വപ്നങ്ങളുണ്ടായിരിക്കും ഉണർന്നിരിക്കുക. പക്ഷെ ഈ പാൻഡമിക് കാരണവും അല്ല മറ്റ് പല പ്രതികൂല സാഹചര്യങ്ങൾ കാരണവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഇതുവരെ നടക്കാൻ പറ്റാത്ത എല്ലാ സ്വപ്നങ്ങളും സഫലീകരിക്കാൻ വേണ്ടി ഫോർഎവർ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. എത്തിക്കൽ സൗണ്ട് ബിസിനസ്. നിങ്ങൾ ഈ ബിസിനസ് നിങ്ങൾ ഏത് ഇംഗത്തിൽ വേണം, എവിടെ വേണം. ഇന്ത്യയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അമേരിക്കയിൽ ആരെങ്കിലും ഡെവലപ്പ് ചെയ്യണോ, അല്ല നട്ടുച്ചക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് UK ദുബായിലോ ജർമ്മനിയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു ടെൻഷനുമില്ല. ഫോർഎവർ ഗിവ്സ് യു ഓൾ ദിസ് ആൻഡ് മോർ. ഇതൊരു ഓപ്പർച്യൂണിറ്റി ടു ലിവറേജ്. ഓപ്പർച്യൂണിറ്റി ലിവറേജ് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ ഫോർഎവർ ചെയ്യാതെ സക്സസ്ഫുൾ ആകാൻ പറ്റും. പക്ഷെ ഈ ഫോർമുല അറിഞ്ഞിരിക്കണം, ലിവറേജ്. സപ്പോസ് നിങ്ങൾക്ക് ഇപ്പം ഒരു മാസം 1-2 ലക്ഷം മന്ത്ലി ഇൻകം വേണം, മന്ത്ലി ഇൻകം വേണം. അത് നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യാതെ സാധിക്കും. അടുത്ത സ്ലൈഡ് അതിന്റെ ഇൻഫർമേഷൻ ഞാൻ തരാം നിങ്ങൾക്ക്. അതാണ് ലിവറേജ്. ലിവറേജ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് 2 കാര്യമാണ് ലിവറേജ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിലും മണി അല്ലെങ്കിൽ ടൈം. മണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 1 കോടി ഉണ്ടെങ്കിൽ 2 കോടി ആവും. അത് ലിവറേജ്. 25 ലക്ഷം ഗോൾഡ് വാങ്ങിക്കുക, 25 ലക്ഷം പ്രോപ്പർട്ടി വാങ്ങിക്കുക, 25 ലക്ഷത്തിന്റെ FD ഇടുക, 25 ലക്ഷം ഷെയറിലോ അങ്ങനെ സേഫ് ആയിട്ട് ആ 1 കോടി നിങ്ങൾക്ക് 1.5-ഓ 2-ഓ അതിൽ കൂടുതലും ആവും. അതാണ് ലിവറേജ്. പക്ഷെ സാധാരണക്കാരന് സക്സസ്ഫുൾ ആണെങ്കിൽ ദൈവം നമുക്ക് 2 കാര്യം തന്നു. 2 കാര്യം. രണ്ട് കൈ 24 hours. നമുക്ക് 25 മണിക്കൂർ കിട്ടുമോ? ഇല്ല, എല്ലാവർക്കും 24 മണിക്കൂർ. അപ്പൊ 24 മണിക്കൂർ സാധാരണഗതിയിൽ ലിവറേജ് പറഞ്ഞാൽ ഈ 2 കൈ എങ്ങനെ 20 കൈയാക്കുക, 200 ആക്കുക. അതാണ് ലിവറേജിന്റെ ഫിലോസഫി. അപ്പൊ സാധാരണഗതിയിൽ 24 മണിക്കൂർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് അവേഴ്സ് 8 മണിക്കൂർ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു സാധാരണക്കാരൻ മുന്നോട്ട് എന്തുകൊണ്ട് പോകുന്നില്ല? നമ്മളൊക്കെ ഒരു കണ്ടക്ടർ മാതിരി രാവിലെ എണീറ്റ് കുടി തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, പക്ഷെ വൈകിട്ടാകുമ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നില്ല. ആ ജീവിതത്തിൽ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല അതിന്റെ ശരിക്കും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓണസ്റ്റ്ലി 8 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു കൊല്ലം വർക്ക് ചെയ്താൽ നമുക്ക് പ്രൊഡക്റ്റീവ് അവേഴ്സ് എന്ന് വെച്ചാൽ 2000 മണിക്കൂറാണ് കിട്ടും. അപ്പൊ നിങ്ങൾ 40 കൊല്ലത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞു 20-22 വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ചു, 60-62 വയസ്സിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുന്നു. അപ്പൊ 40 കൊല്ലത്തിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് അവേഴ്സ് നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ മാളിക കെട്ടിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റീവ് അവേഴ്സ് 80,000 മണിക്കൂർ. കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? സാധാരണഗതിയിൽ ഒരു കമ്പനി എന്താ ചെയ്യുന്നത്? അവരും 8 മണിക്കൂർ നിങ്ങളെ പോലെ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നു. ഒരു ടാറ്റന്റെ ഒരു ഡിവിഷനിൽ തന്നെ ഇതിലധികം ആളുണ്ടാവും. അപ്പൊ അവർ ഒരു ദിവസം നിങ്ങൾ ഒരു മൊത്തം ജീവിതത്തിൽ കിട്ടുന്ന ടൈം അവർ ഒരു ദിവസം കൊണ്ട് അതിൽ നിന്ന് എടുക്കുന്നു. ഇപ്പം അവിടെ ഇപ്പം നിങ്ങളെ ഇൻകം നല്ല ഒരു 1 ലക്ഷമാണ് അല്ലെങ്കിൽ 50,000 ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 50,000 കേരളത്തില് ഒരു ചെറിയ സ്ഥലത്ത് വലിയ മോശമൊന്നുമല്ല ഇന്നത്തെ സമയത്തും. വിച്ച് ആക്ച്വലി മീൻസ് നിങ്ങളെ പെർ അവർ 300 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 300 രൂപ 80,000 നിങ്ങൾ ഈ ജീവിതത്തിലെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 2.4 crore ആണ്. ഈ 2.4 crore എന്ന് വെച്ചാൽ നിങ്ങളുടെ സേവിങ് അല്ല, നിങ്ങൾ മൊത്തം കൊടുക്കുന്ന ടൈമാണ്. ഇമാജിൻ. അപ്പൊ ഈ അതേ സമയത്ത് ഒരു ടാറ്റന്റെ ഒരു ഡിവിഷൻ ഒരു ദിവസം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾ ജീവിതത്തിന്റെ സമ്പാദ്യമാണ്. ആ സേവിങ് എല്ലാം പറയുന്നത് നിങ്ങൾ 2.4 crore കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ നിന്ന് സേവ് ചെയ്യുന്ന ഒന്നുമില്ലായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ കുറച്ച് ലക്ഷങ്ങൾ മാത്രമായിരിക്കാം. അഥവാ നിങ്ങൾ സേവ് തന്നെ ചെയ്തു, 40 കൊല്ലത്തിന് ശേഷം ഒരു 1-2 കോടി കൊണ്ട് നിങ്ങൾ ശരിക്കും ഒരു വീട് പോലെ വാങ്ങിക്കാം, ഒരു 2 bedroom സെറ്റ് വരെ വാങ്ങിക്കാൻ പറ്റില്ല. ഇതാണ് ലിവറേജ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. എന്ന് വെച്ചാൽ നിങ്ങൾ 1-2 ആൾ പറഞ്ഞാൽ തന്നെ അത് തനിയെ മൾട്ടിപ്ലൈ ചെയ്താൽ 30 ആവും. നിങ്ങൾ 2 ആൾ പറഞ്ഞാൽ 30 ആവും. ഇതാണ് ഇറ്റ് ബിലൈവ് ദ ബേസിക് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്താ പറയുന്നത്? 1 1 2. നമ്മൾ എന്താണ് പറയുന്നത്? 1 1 11. എന്നുവെച്ചാൽ ഇത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. ആ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ എന്തുകൊണ്ടാണ്? എന്നുവെച്ചാൽ ഈ ബിസിനസിന്റെ റോ മെറ്റീരിയൽ പബ്ലിക് ആണ്.
പബ്ലിക്. കേരളത്തിൽ തന്നെ മോർ ദാൻ 3 crore. ഓക്കെ, പബ്ലിക് ഇഷ്ടംമാതിരി ഉണ്ട്. കേരളത്തിന്റെ ഏരിയ അനുസരിച്ചിട്ട് മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും കൂടുതൽ പബ്ലിക് അവിടെയുണ്ട്. അപ്പൊ എവരിബഡി ഈസ് പൊട്ടൻഷ്യൽ ഇൻ ദിസ്. 18 വയസ്സ് കൂടുതൽ മാത്രമേ പറ്റൂ. നമ്മളെ മാർക്കറ്റ് ഫോർവേഡിന്റെ പ്രൊഡക്റ്റ് തരം തിരിച്ച് നോക്കിയാൽ എവരിബഡി ഫാൾസ് ഇൻ ദ യൂസർ കാറ്റഗറി. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, പേഴ്സണൽ കെയർ, വെയിറ്റ് മാനേജ്മെന്റ്, സ്കിൻ ആൻഡ് ബ്യൂട്ടി കെയർ. എന്നുവെച്ചാൽ നിങ്ങൾ അറിയുന്ന, നിങ്ങളെ ബന്ധുവായാലും ശരി, മിത്രമായാലും ശത്രുവായാലും ശരി, എവരിബഡി ഫാൾസ് ഇൻ ദ യൂസർ കാറ്റഗറി. നമ്മുടെ മെയിൻ സ്ട്രെങ്ത് അലോവേരയാണ്. അലോവേരയെ പറ്റി ഞാൻ കൂടുതൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ പ്രൊഡക്റ്റ് പ്രസന്റേഷൻ പിന്നീട് വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി കൂടുതൽ പറയാം. ഓക്കെ, അലോവേര എന്താണെന്ന്. ഐ വിൽ ഓൺലി സേ വി ആർ വേൾഡ് ലീഡേഴ്സ് ഫോർ അലോവേര. നിങ്ങൾ ഇതുവരെ കണ്ടുവന്ന ആ കറ്റാർ വാഴയല്ല ഇത്, അതിൽ നിന്ന് വ്യത്യാസമാണ്. ഇതിന്റെ പല വെറൈറ്റി ഉണ്ട്. ആ വെറൈറ്റി ഉണ്ടെന്ന് മാത്രമല്ല, ഇതിന്റെ ശരിക്കും എന്ന് വെച്ചാൽ ഒരു പെസ്റ്റിസൈഡോ ഹെർബിസൈഡോ ഇല്ല, ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ആ കൃഷിയിൽ നിന്ന് നിങ്ങൾ അലോവേര എടുത്താൽ ഈ ഗുണം കിട്ടത്തില്ല. ഓക്കെ, സോ വി ആർ ഡൺ അവേ വിത്ത് എ കൺവെൻഷണൽ ദാറ്റ് ഫാമിംഗ് ഓഫ് ദിസ് അലോവേര. അപ്പൊ ആയിരക്കണക്കിന് ഏക്കർ, ഓക്കെ, 6,000 ഏക്കർ അവിടെ ഓർഗാനിക് ഫാമിങ്ങിലാണ് ഈ പ്രൊഡക്റ്റ് ഇവിടെ എത്തുന്നത്. അതിനുശേഷം ഇതിൽ സിന്തറ്റിക് ആയിട്ട് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ വിശദീകരണമായിട്ട് പിന്നൊരു ദിവസം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റ് നമ്മുടെ ഒരു വലിയൊരു ഓഷ്യനാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് ലിക്വിഡ് ഫോമിൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ അലോവേര ഇതാണ് ജെല്ല്. ഞാനിപ്പോ കഴിക്കുന്നതാണ് അലോവേര ജെല്ല്. ഇതകത്ത് പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം ട്രിഗർ ചെയ്യുന്ന ഫംഗ്ഷൻ തന്നെ വളരെ ബെനിഫിഷ്യൽ ആണ്. അതാണ് ഡീടോക്സിഫിക്കേഷൻ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ ആയുർവേദത്തിന്റെ ഒക്കെ സമയത്ത് ആയുർവേദ ആചാര്യാസ് ഒക്കെ പറയായിരുന്നു, നമുക്ക് മോർ ദാൻ 50% അസുഖം വരുന്നത് ഇൻഡസ്റ്റൈൻ കാരണമാണ്. നമ്മൾ ഇൻഡസ്റ്റൈൻ ശുദ്ധമല്ലാത്തത് കൊണ്ടാണ് പല അസുഖങ്ങളും വരുന്നത്. പിൽക്കാലത്ത് ഇതിനെപ്പറ്റി സ്റ്റഡി, റിസർച്ച് എല്ലാം നടന്നു. അപ്പൊ റിസർച്ച് ചെയ്ത സമയത്ത് അവരും സയന്റിസ്റ്റും പറഞ്ഞത് ഇത് തന്നെയാണ്. 50 അല്ല, മേ ബി 75% നിങ്ങളുടെ ഡിസീസ് ഒക്കെ വരുന്ന ആ റൂട്ട് നിങ്ങളുടെ ഇൻഡസ്റ്റൈനാണ്. അപ്പൊ അലോവേര ഏറ്റവും ആദ്യം വർക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നമ്മുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി വരുന്ന സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റി. എല്ലാ തരത്തിലുള്ള ടെസ്റ്റും ഏതെങ്കിലും ഒരു കമ്പനി ഇങ്ങനെ പറയാൻ പറ്റും? ദാറ്റ് ഈസ് റിയലി വാട്ട് ആക്ച്വലി മേക്സ് ദ ഡിഫറൻസ് ഇസ് ദാറ്റ് the kind of research, the kind of studies the product has gone through. I mean, it has gone through every possible medical scrutiny. അതെല്ലാം കഴിഞ്ഞ് പലതരത്തിലുള്ള ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീട്ടിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തുന്നത്. ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അവിടെ ഞാൻ പല പ്രാവശ്യം കണ്ടാണ് ഇത്. ഓക്കെ, ഒരു ബോട്ടിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങളെ കണ്ടിങ്ങനെ ചുറ്റിപ്പോകും. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ആ റോബോട്ടും അതൊക്കെ തിരിഞ്ഞു പോകുന്നത്. ഒരു സെക്കൻഡിൽ 5 ബോട്ടിൽ എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ, ഒരു മിനിറ്റിൽ 300 ബോട്ടിൽ, ഒരു മണിക്കൂറിൽ 18,000 ബോട്ടിൽ എന്ന് വെച്ചാൽ ഒരു ദിവസം 4 ലക്ഷം ബോട്ടിലാണ് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അത് 160 കൺട്രിയിലേക്ക് 6,000. അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ആർക്കും പറയാം വേറെ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ട്, നിങ്ങൾ ഇതിനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കമ്പനി? പ്രൊഡക്റ്റിന്റെ ഇതെല്ലാം ഒരു ക്വാളിറ്റിന്റെ സിമ്പിൾ ആണ്. ഇതിൽ ചില അപ്രൂവൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ ഇതിനിടെ ആരുടെയും പറയുമ്പോൾ ഇത് ഇവിടുത്തെ എഗ് മാർക്ക് ഉണ്ടോ, ഇതൊക്കെ ഉണ്ട്, ഇന്ത്യൻ അപ്രൂവലും ഉണ്ട്, പക്ഷെ അത് കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ഇതൊക്കെ വളരെ റിജിഡ് ആണ്, വളരെ റിജിഡ് അപ്രൂവൽ ആണ്. ഇപ്പം ഒരു IAS പാസ്സായവരോട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പറ്റുമോ? പുള്ളി അത് ചിരിച്ച് ഇതാക്കും. അപ്പൊ അതുമാതിരിയാണ് ഈ അപ്രൂവൽ. കമ്പനി ഹാസ് വൺ വേരിയസ് അവാർഡ് വേൾഡ് വൈഡ്. ഒരുപാട് റിവാർഡും അവാർഡും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് വേൾഡിൽ. പിന്നെ കമ്പനിയുടെ ഹിസ്റ്ററി ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1978 ഒരു ചെറിയ സിമ്പിൾ ഹമ്പിൾ ബിഗിനിങ് ചെയ്ത കമ്പനി ഇപ്പം കുതിച്ചുകൊണ്ട് അസൂയമായ ഒരു വളർച്ചയോടെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. 3.8 ബില്യൺ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 26,000 കോടി ആനുവൽ ഇൻകം ഉള്ള ഒരു ആനുവൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ് ആയി മാറിക്കഴിഞ്ഞിരിക്കുവാണ് ഇത്. ആൻഡ് ഏറ്റവും ഒരു മഹത്തായ കാര്യം ഇവിടെ പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഇത്രയും വിപുലമായിട്ട് നമ്മളെ പ്രൊഡക്ഷനും സപ്ലൈയും വേൾഡ് വൈഡില് കഴിഞ്ഞ 42 കൊല്ലം ഓടിയിട്ടും ഇതുവരെ കമ്പനിക്ക് അഗൻസ്റ്റ് ഒരു കൺട്രോവേഴ്സിയോ ഒരു ആഡ്വേഴ്സ് റിപ്പോർട്ട്സോ എവിടെയും വന്നില്ല എന്നല്ല വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ ഹിസ്റ്ററിയും വളരെ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു ഗ്രോത്ത് ആണ്. 2000-ൽ വന്ന കമ്പനി ഇപ്പോഴും മോർ ദാൻ 500 crores. പിന്നെ ഇതൊക്കെ നമ്മുടെ 19 ഓഫീസാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓഫീസ് എന്ന് വെച്ചാൽ ബാന്ദ്ര വെസ്റ്റ്, ദ മോസ്റ്റ് പോഷസ്റ്റ് ലൊക്കാലിറ്റി ഇൻ മുംബൈ. അവിടെ ഒരു വലിയൊരു ഓഫീസ്, 10-15,000 സ്ക്വയർ ഫീറ്റിലെ
ഒരുപാട് എക്സ്പെൻസീവ് പ്രോപ്പർട്ടി കമ്പനിയുടെ സ്വന്തമാണ്, വാടകയ്ക്കല്ല, സ്വന്തമാണത്. ഇൻ അഡീഷൻ കമ്പനി ഒരുപാട്, നിങ്ങൾക്ക് ആർക്കൊക്കെ ഹണിമൂൺ പാക്കേജ് ഒക്കെ വേണമെങ്കിൽ ഇതിന്റെ അഡ്രസ് വിത്ത് ഫോർ മെമ്പേഴ്സിന് ഇവർക്ക് ഡിസ്കൗണ്ടും കിട്ടും. ഈ ടേൺ ഓവർ നമ്മുടെ കമ്പനിയിൽ ആ 3.8 ബില്യൺ നമ്മൾ ആഡ് ചെയ്തില്ല. നിയർലി 100 റിസോർട്ട്സ് നമ്മൾ വേൾഡ് വൈഡിൽ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് പ്ലാൻ നോക്കിയാൽ എവരിബഡി ഈവൻ വെൻ ഐ ഗോട്ട് ഇൻ ടു ഫോറെവർ, ഞാനൊരു കസ്റ്റമർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്നത്? നിങ്ങൾ കസ്റ്റമർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ലേണിംഗ് ആൻഡ് ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് കമ്പനി തരുന്നത്. ലേണിംഗ് ഓപ്പർച്യൂണിറ്റി കമ്പനി നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് തരും. ഓക്കെ, സോ യു ഹാവ് എ റീറ്റെയിൽ ഇൻകം ഫ്രം ഡേ 1. പിന്നെ പ്രിഫേർഡ് പറയുന്നതിന്റെ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 12 ഡിജിറ്റ് ഐ ഡി തരും. ഒരു 12 ഡിജിറ്റിലെ ഒരു ഐ ഡി നിങ്ങൾക്ക് കിട്ടുന്നത്, അതേ ഐ ഡിയിലാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾ പിൽക്കാലത്തിൽ ഒരു ഡയമണ്ടോ ഒക്കെ ഒരു കോടീശ്വരനോ ആകുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അതേ ഐ ഡി നമ്പർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്നത്? ഫോറവേഡിൽ മുന്നോട്ട് പോകണമെങ്കിൽ 2 വഴിയുണ്ട്. ഓക്കെ, മറ്റ് പല കമ്പനികളിലും ഞാൻ പിന്നെ ഒരു വഴി പിന്നെ പെരുവഴി എന്ന് കാണുവാണ്. പക്ഷെ ഇതിന്റെ പെരുവഴി ഇല്ല. നിങ്ങൾ ബിസിനസ് ഇവിടെ ഇതിൽ റിസ്ക് ഫാക്ടർ ഇല്ല, ലോസ് ഫാക്ടർ ഇല്ല, ഓക്കെ, ഒരു ലയബിലിറ്റി ഫാക്ടർ ഇല്ല. നിങ്ങളെ പിടിച്ചു കെട്ടാനില്ല ഒരു വ്യവസ്ഥ ഇവിടെ ഇല്ല. യു ആർ അറ്റ് ഫ്രീ വിൽ. നിങ്ങൾ ചെയ്യണോ വേണോ വേണ്ടോ ഇല്ല, എല്ലാം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. നിങ്ങൾ ഒരു പൈസ ഇല്ലാതെ ഒരു കസ്റ്റമർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുമ്പോൾ വാങ്ങിക്കാം. പക്ഷെ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ എല്ലാ മാസവും നോക്കും. 2 മാസത്തിൽ ഒരു പർട്ടിക്കുലർ വോളിയം നമ്മൾ 2cc എന്നാണ് പറയുന്നത്. എമൗണ്ടിൽ ഒരു cc 15,000 ആണ്, 2 cc വരെ 30,000 ആകുമ്പോൾ കമ്പ്യൂട്ടർ തനിയെ നിങ്ങളുടെ അടുത്തുള്ള വിലെത്തും. ഏത് ബിസിനസ് പാർട്ട്ണർ? നിങ്ങൾക്ക് ക്ഷമയില്ല. ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് നാളെ തന്നെ ബിസിനസ്സിലേക്ക് പോകണം, നാളെ തന്നെ നിങ്ങൾക്ക് ടീം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്ലാൻ, ഈ ഒരു ലെവൽ മാത്രമേ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. മറ്റെല്ലാ ലെവലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. പൈസേന്റെ റോളില്ല. നിങ്ങൾക്കത് ടീമായിട്ട് അച്ചീവ് ചെയ്യണം. ഇതിലും നിങ്ങൾക്കൊരു ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. സിംപിളി പുട്ട്, ഓക്കെ, എല്ലാ ലെവലിലും ഈ 2 മാസമാണ്. 2 മാസം എവരിബഡി സ്റ്റാർട്ട്സ് ആസ് എ കസ്റ്റമർ. പിന്നെ ബേസ്ഡ് ഓൺ ദ വോളിയം യു റീച്ച് ദ ടോപ്പ് ലെവൽ. സാധാരണ സ്ഥിതിയിൽ നിങ്ങൾ വോളിയം നോക്കിയാൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് കൂടുന്നതായിട്ട് തോന്നും. എന്ന് വെച്ചാൽ 2cc ചെറിയൊരു എമൗണ്ട്, ആദ്യം ഒന്നുമില്ല, 2cc ചെറിയൊരു എമൗണ്ട്, പിന്നെ 25cc ഒരു 3 ലക്ഷം, 75cc ഒരു 9 ലക്ഷം, 120cc ഇല്ലല്ലോ 14-15 ലക്ഷം. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. പല പ്രാവശ്യം നിങ്ങൾ തൂക്കി നോക്കുമ്പോഴും ഈ 14-15 ലക്ഷം നിങ്ങൾക്ക് ഈ 30,000-നെക്കാട്ടും കുറവായിട്ട് തോന്നും. എന്തുകൊണ്ട്? ആ 14-15 ലക്ഷം നിങ്ങൾ ചെയ്യുന്നില്ല. അതിൽ നിങ്ങളെ കൺട്രിബ്യൂഷൻ ചിലപ്പോൾ 10,000 പോലും കാണില്ല. അതാണ് ഈ മാർക്കറ്റിംഗ് പ്ലാന്റെ ബ്യൂട്ടി. പിന്നെ ഇതിന് പല ഹെൽപ്പ് ലൈനും പല ഇതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ബേസിക്കലി ഫോറവേഡിൽ സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങളെ സ്റ്റാർട്ടിങ് നന്നായ മാത്രം മതി. ഓക്കെ, ആദ്യം നിങ്ങൾ സ്വയം ഒരു നല്ലൊരു ഉപഭോക്താവ്. ഓക്കെ, പിന്നെ ഇത് വിതരണം ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അതിന്റെ യൂണിക്നെസ് പറ്റി മനസ്സിലാക്കിപ്പിക്കുകയാണ്. എസൻഷ്യലി ഇതിൽ ഈ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകാണെങ്കിൽ 2 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ പ്രൊഡക്റ്റിനെ പറ്റി ഇൻഫർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ബിസിനസിനെ പറ്റി ഇൻഫർമേഷൻ കൊടുക്കുക. Either way, both way, you are not seeking favor from someone. Both ways you are trying to help somebody. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫണ്ടമെന്റൽ നോളജ് വേണം. നിങ്ങൾക്കിപ്പോ നാളത്തെ മീറ്റിംഗിലും ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. മറ്റു പല ലാംഗ്വേജിലും മീറ്റിംഗ് ഉണ്ട്. പക്ഷെ മലയാളത്തിൽ തന്നെ കേൾക്കണമെങ്കിൽ അതും അടിക്കടി നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു മാനേജർ ലെവൽ എന്ന് വെച്ചാൽ ഒരു ഡ്രീം ലെവലാണ്. നിങ്ങൾ മാനേജർ ആകുന്നത്, നിങ്ങളുടെ താഴെ ഒരു മാനേജർ ആകുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് ദ ബിസിനസ് ഫോർ ഗ്രാൻഡഡ്. ആ റോയൽറ്റി ഇൻകം, ഓക്കെ, ആ ബില്ലബിൾ ഇൻകം, ഓക്കെ. പക്ഷെ ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയാലും, ഓക്കെ, ആ ഒരു കസ്റ്റമർ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു വരുമാനം ഇല്ല, ഞാൻ സമ്മതിച്ചു, ഓക്കെ. പക്ഷെ ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിട്ട് തന്നെ 10,000, 20,000, 30,000 നിശ്ചയം ജോയിൻ ചെയ്ത് അതേ മാസം 10,000, 20,000 വാങ്ങിക്കുന്നവർ 1, 2 അല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ സാധിക്കും. എന്തുകൊണ്ട്? കമ്പനി ഈ 30% ഡിസ്കൗണ്ട് കൂടാതെ ഈ പേഴ്സണൽ ബോണസ് തന്നെ 5, 8, 13, 18 കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ആൾക്കാരെ ജോയിൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻകം ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പാസീവ് ഇൻകം, ഇതുവരെ നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് ഇൻകം, ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഫിലോസഫി അനുസരിച്ച് പാസീവ് ഇൻകം ഇതും നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ പലരും മാനേജർ ആകുന്നതിന് മുമ്പ് തന്നെ 5 ഫിഗർ 6 ഫിഗർ മന്ത്ലി ഇൻകത്തിൽ എത്തുന്ന പല കാഴ്ചകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു മാനേജറായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു യു ആർ ഇഞ്ചിങ് ടുവേഴ്സ് എ ഫൈനാൻഷ്യൽ ഫ്രീഡം ബിക്കോസ് യു ക്യാൻ എൻജോയ് ഓൾ ദ ഇൻകം.
FLP ഇൻകം പൊട്ടൻഷ്യൽ ഇത് 42 കൊല്ലമായിട്ട് വേൾഡ് വൈഡ് ഓടുന്ന കമ്പനിക്ക് നമ്മൾക്കൊരു എക്സാജറേഷനോ ഒരു ഇമാജിനേഷനോ ആവശ്യമില്ല ഒരു ഇൻകം പ്രൊജക്ട് ചെയ്യാം. എന്നിട്ടും കമ്പനി ഇവിടെ വളരെ ലോവസ്റ്റ് എമൗണ്ട് എടുത്ത് 10,000 പെർ മന്ത് എന്ന് വെച്ചാൽ ഒരു ലോവസ്റ്റ് പെർഫോമിംഗ് ഏരിയ ആണ്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ കമ്പനി ഒരു എക്സാജറേഷനിൽ വിശ്വസിക്കുന്നില്ല. നമ്മളെല്ലാം നാച്ചുറൽ ഇൻഫർമേഷനിലാണ് വിശ്വസിക്കുന്നത്. ഫുൾ ടൈം there is no limit. പക്ഷെ പാർട്ട് ടൈം തന്നെ 6 ഫിഗർ മന്ത്ലി ഇൻകം നമ്മളിവിടെ 10,000 കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ പാർട്ട് ടൈമിൽ 10,000 ഡെയിലി വാങ്ങിക്കുന്നവരുണ്ട്. സ്പെയർ ടൈം പാർട്ട് ടൈമിൽ 10,000 രൂപ മാസമല്ല ആഴ്ചയല്ല എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം 10,000 ഒരു മാസത്തിലാണ് 3 ലക്ഷം ഉണ്ട്. 3 lakhs കൂടുതൽ പാർട്ട് ടൈം വാങ്ങിക്കുന്നവര് ഒരുപാട് ആൾക്കാരുണ്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. പലതരത്തിലുള്ള ഇൻകമാണ് ഒന്നല്ല. പിന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലെ കാർ പ്ലാൻ, നിങ്ങൾക്ക് കാർ വാങ്ങാനുള്ള പൈസ കമ്പനി ഫ്രീ ആയിട്ട് നിങ്ങൾ ബോണസിന്റെ കൂടെ തരും. അതുകൊണ്ട് നിങ്ങൾ കാർ വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി കാർ ഉണ്ടെങ്കിൽ കാർ മാറ്റാം, വലിയ കാർ വാങ്ങിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഈ ഫിഗർ വളരെ ലോ ആണ്. 26,000 52,000 ഇതുകൊണ്ടെല്ലാം ഒരു സ്കൂട്ടി ഒരു ബൈക്ക് പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഈ 26,000 കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൾട്ടോഹോ സ്വിഫ്റ്റോ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹോണ്ട സിറ്റിന്റെ ഒരു പുതിയ മോഡൽ തന്നെ 26,000 കൊണ്ട് വരും. എങ്ങനെ വരുന്നത്? ഈ ഫിഗർ ശരിക്കും ഒരു മാസത്തേക്കല്ല, ഒരു കൊല്ലത്തേക്കല്ല, കൊല്ലങ്ങളിലേക്കാണ്, 3 കൊല്ലത്തേക്കാണ് വരുന്നത്. അപ്പൊ ഒരു ലെവൽ 3 നിങ്ങൾക്ക് മറ്റേ SUV-യോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാറോ ആൾക്കാർ BMW വാങ്ങിക്കുന്നുണ്ട്. എന്താ കാരണം? ഈ 36 മാസം നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 36 മാസം വെച്ചാൽ 10 കൊല്ലം 9-10 കൊല്ലം. അപ്പൊ ഒരു BMWന്റെ 50-60 ലക്ഷം ഇതിൽ തന്നെ നിങ്ങൾക്ക് വരും. 1012 ആള് ഇത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് 1013 പറഞ്ഞില്ല? ഒരാൾ ഞങ്ങൾ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ പേര് അതിൽ കൂട്ടിയില്ല. എന്നെ കൂടാതെ 1012 ക്വാളിഫയേഴ്സ് ഇത് കഴിഞ്ഞ കൊല്ലത്തെയാണ്. ഇപ്പം നാളെ അറിയാം എക്സാക്ട്ലി അതിനുശേഷം എത്ര ക്വാളിഫൈ ചെയ്തു. ഇത് കമ്പനിയുടെ പല ടൂറും ഇൻസെന്റീവും ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദില് വളരെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലേസ് ഇൻ ഏഷ്യ, വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഇൻ ദ വേൾഡ് ആണ്. ഇവിടെയൊക്കെ ഒരു ദിവസം ഇതൊരു പാലസ് ആണ്. ഓക്കെ, ഫലക്നാമ പാലസ് വന്നാൽ ഹൈദരാബാദിലെ ഇവിടെയൊക്കെ ഒരു റൂമൊക്കെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ. എനിക്ക് കമ്പനി തന്ന റൂം തന്നെ ഞാൻ സിംഗിൾ ആയിട്ടാണ് പോയത്. എന്നിട്ടും ഒരു ലക്ഷം ഒരു രാത്രി കിടക്കണമെങ്കിൽ 1 ലക്ഷം കൊടുക്കേണ്ട റൂമാണ് ഒക്കെ ഇവിടെ കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. സൽമാൻ ഖാന്റെ അനുജത്തി എന്താണ് അർപ്പിതന്റെ കല്യാണമൊക്കെ ഇവിടെയായിരുന്നു. ഋതിക് റോഷൻ ഒക്കെ ഇവിടെ വന്നാൽ താമസിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലമാണ്. എല്ലാ കൊല്ലവും കമ്പനി ഉണ്ട്. ഈ പാൻഡമിക് ആണ് കഴിഞ്ഞ വർഷം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് അതിന് പകരം കമ്പനി പൈസ കൊടുക്കുകയാണ് ചെയ്ത്. ഇതാണ് പാലസിന്റെ ഇത് വീഡിയോ ആണ്, പക്ഷെ അത് ക്ലിയർ ആവില്ല. കമ്പനി ഒരു കൊല്ലം 3 ട്രിപ്പാണ് തരുന്നത്. അതിൽ 1 ഡൊമസ്റ്റിക്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഇന്ത്യയിൽ പല സ്ഥലത്ത് നമ്മൾ പോയി. അതുകൂടാതെ 2 ഇന്റർനാഷണൽ ട്രിപ്പ്. ഇപ്പൊ ഇന്റർനാഷണൽ ട്രിപ്പും ക്യാൻസലായി. ഈ 2020 എവിടെയും പോയില്ല. പക്ഷെ അതിന് പകരം കമ്പനി ക്യാഷ് കോമ്പൻസേഷൻ തന്നു. ഇന്റർനാഷണൽ ട്രിപ്പ് പല വിദ്വാന്മാരും ഇതില് 6 ഫിഗർ മന്ത്ലി ഇൻകം കൂടാതെ ഇതില് 7 ഫിഗർ 8 ഫിഗർ 4 crore എന്ന് പറഞ്ഞാൽ 8 ഫിഗർ. ഓക്കെ, and single check. Okay, single check, one of the top earner. Okay, 1 crore 80 lakhs. Okay, ഒരു പുള്ളിക്ക് 4 കോടി, ഒരു പുള്ളിക്ക് 1 കോടി 79 ലക്ഷം, മറ്റൊരു പുള്ളി ഇങ്ങനെ വായും പൊളിച്ചു നിൽക്കുവാണ്. ഇത്രയും വലിയ എമൗണ്ട് കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടില്ല പുള്ളി. അപ്പോ 1 crore 20 lakhs. ഓക്കെ, 57 lakhs. ആ പുള്ളി വില്ലേജ് 57 ലക്ഷം കിട്ടിയതെന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ലക്ഷ്യമാണ്. വെച്ചാൽ പുള്ളി ഒരു ചെറിയൊരു വില്ലേജിൽ നിന്ന് പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ ജീവിതത്തിൽ ബിസിനസ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്. നമ്മളിപ്പോ ഇത് ബോണസ്, ചെയർമാൻ ബോണസ്, ആനുവൽ ബോണസ്, നമ്മൾ ഇതിൽ ദിവാലി ബോണസ് എന്ന് പറഞ്ഞത് അത് തന്നെ 66 കോടി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇന്ത്യ ഇപ്പം വേൾഡില് ടോപ്പ് 10 കുറെ കൊല്ലമായിട്ടുണ്ട്. അങ്ങനെ ടോപ്പിൽ 8 വന്നു, 7 വന്നു, 5 വന്നു. ഇപ്പൊ കഴിഞ്ഞ ഈ 2020 ഈ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നമ്മളിപ്പോ 2nd ഹയസ്റ്റ് ഇൻ ദ വേൾഡ് സെയിലാണ്.
it is all up to you. Okay, today we have taken away your excuse to, I mean, see, 2020 നിങ്ങൾ പല സ്വപ്നങ്ങളും കണ്ടു കാണും. അധികം ടൈം ഈ വർഷത്തിലേക്ക് നമ്മൾക്ക് ബാക്കിയില്ല. Less than 2 months. ഇപ്പൊ നവംബറിൽ 7 we have around 23 days in this month and next month. നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നത്, നോർമലി സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നവര് എക്സ്ക്യൂസ് കൊടുക്കില്ല. എക്സ്ക്യൂസ് ആരാണ് തപ്പുന്നത്? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എവിടെയെങ്കിലും ഒരു മൂലയില് ഒക്കെ ചടഞ്ഞുകൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എക്സ്ക്യൂസ് തപ്പി നോക്കുന്നത്. അപ്പൊ എക്സ്ക്യൂസ് നോക്കാതെ നിങ്ങൾ ആ വേസ് ആൻഡ് മീൻസ്, okay, if you want to exercise your willpower to show the world that you can become successful, then come and join us. We have a great opportunity. Company, and I'm pleased to introduce our founder father, Mr. Rex Mohan, okay, a visionary. He had a, 1978 fully he ഒരേ ഫാമിലിയിലാണ് ഇപ്പോഴും ബിസിനസ്. Even now he is the chairman, founder father chairman, and his son, some of you met Greg Mohan, he is the president. So all I can say in the end of the presentation, now I gave you brief information. ഞാൻ ഇപ്പം കമ്പനീനെ പറ്റിയും പ്രൊഡക്റ്റിനെ പറ്റിയും മാർക്കറ്റിംഗ് പ്ലാനും ബ്രീഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നു. ഈ ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾ be as analytical as possible. All I can say, company is good. Why it is good? 42 കൊല്ലമായിട്ട് ഒരു നോൺ കൺട്രോവേഴ്ഷ്യൽ ഓപ്പറേഷൻ. Products are great. Why they are great? Because they sell by themselves. With the result of which നിങ്ങളൊരു സെയിൽസ്മാൻ ആവേണ്ട ആവശ്യമില്ല, നിങ്ങളൊരു ഏജന്റ് ആവേണ്ട ആവശ്യമില്ല. ഈ ബിസിനസ്സിൽ നിങ്ങളൊരു ഫോം സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വിൽപ്പനയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു. ഓക്കെ, ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ GD പേഴ്സണിന് എത്തിച്ചു കൊടുക്കുക മാത്രമാണ്. So company is good, products are great, and the marketing plan, okay, is wonderful. Why? Because it is a win-win formula. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ പോലെ പലർക്കും ഒക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും, നല്ലൊരു ജീവിതശൈലി അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. The company is good, the products are great, and there's an incredible marketing plan. With that, I wish you all the best. Once again, I congratulate all of you for giving us this opportunity to Gatecrash, okay, to come and Gatecrash your morning privacy and be associated with the Forever Living Podcast. നിങ്ങൾ പലരും പുതിയ ആൾക്കാരായിരിക്കും. ഓക്കെ, ഇന്ന് തന്നെ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾ ഫോറവറിന്റെ സൈറ്റിൽ പോയിട്ട് you can sign up a form and sit with the person who invited you. He is your best guide. He has your best intention for you in his mind. All the best. Thank you. Okay, നിങ്ങൾക്ക് ഇന്ന് ഒരു ശുഭദിനം കാഴ്ചവെച്ചിട്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഈ ഒരു വിശ്വാസത്തിൽ ഇന്നത്തെ മീറ്റിംഗ് ഐ എം സൈനിങ് ഓഫ് പ്രേം രാജൻ ഫ്രം ഡൽഹി. താങ്ക് യു.